ഈ ദിവസങ്ങളിൽ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങളിൽ ചിലർ അനുകൂലമായ സാഹചര്യങ്ങളോടെ പ്രതീക്ഷകളോടുകൂടെ ദൈവ നിയോഗമായി തന്നെ, ദൈവത്താൽ തന്നെ നിങ്ങൾ ചില ഇടങ്ങളിൽ വന്നുപെട്ടതാണ്. ദൈവമാണ് നിങ്ങളെ അവിടെ കൊണ്ടുപോയി എത്തിച്ചത്. പക്ഷേ അവിടെ ഒരു ഫറവോൻ നിങ്ങൾക്ക് വിരോധമായി, അവിടെ ഒരു പീഡകൻ നിങ്ങൾക്ക് വിരോധമായി പൊരുതിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനാ ദിനങ്ങൾ ദൈവം നിങ്ങളെ ആക്കിയ ഇടത്ത്, ദൈവം നിങ്ങളെ വെച്ച ഇടത്ത് നിങ്ങൾക്ക് വിരോധമായുള്ള പോരുകളെ ശാസിക്കുന്ന ദിനങ്ങളായി തീരട്ടെ, നിങ്ങൾക്ക് ജയം തരുന്ന ദിനങ്ങളായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്കത് സാധ്യമാക്കി തരട്ടെ. ഇവിടെ ഗീതങ്ങളെ ചോദിക്കുന്നു, സന്തോഷത്തെ ചോദിക്കുന്നു എന്ന് നാം പഠിച്ചു. നാം സന്തോഷത്തെ ചോദിക്കുന്നു എന്നുള്ള വിഷയത്തെയാണ് ഈ ദിവസങ്ങളിൽ നാം ഇന്ന് പകൽക്കാലം നാം ധ്യാനിച്ചു വന്നത്. അതിലൊന്ന്, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ശത്രു അപഹരിപ്പാൻ ആഗ്രഹിക്കുന്നതായ ഒരു സന്തോഷത്തെ നാം പ്രഭാതത്തിൽ കണ്ടു. അത് നാം രക്ഷിക്കപ്പെടുമ്പോൾ, കുഞ്ഞാടിന്റെ രക്തത്താൽ നാം വിലക്കെടുക്കപ്പെട്ട് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നാം രക്ഷ പ്രാപിച്ച് കർത്താവായ യേശുവിന്റെ രക്തം നമ്മളെ വീണ്ടെടുത്ത് നമുക്ക് നൽകിയ രക്ഷ മുഖാന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം നൽകപ്പെട്ടു. ആ സന്തോഷത്തെ, നാം പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരുന്നപ്പോൾ ദൈവം നമുക്കൊരു സന്തോഷം നൽകി. ആ ഒരു സന്തോഷത്തെ അപഹരിപ്പാൻ പിശാച് എല്ലായ്പ്പോഴും നമുക്ക് വിരോധമായി പൊരുതിക്കൊണ്ടിരിക്കുക. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷയുടെ സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത്, ആ രക്ഷയുടെ സന്തോഷം ഏതെങ്കിലും സാഹചര്യങ്ങൾ മാറുന്നത് കൊണ്ടോ, നന്മകൾ കിട്ടുന്നത് കൊണ്ടോ, വഴി മാറുന്നത് കൊണ്ടോ അല്ല. കന്ദക്കരാജ്ഞിയുടെ ഷണ്ണൻ അതുവരെ പോയിക്കൊണ്ടിരുന്ന അതേ വഴിയിൽ കൂടെയാണ് മുൻപോട്ട് പോയത്. പക്ഷെ അവൻ രക്ഷ പ്രാപിച്ചപ്പോൾ അവന്റെ സന്തോഷം മാറി. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, അവസ്ഥകൾ ഒന്നും മാറിയില്ലെങ്കിലും രക്ഷ നമ്മുടെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് മാറ്റും. അതിനോട് അനുബന്ധമായി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ സാഹചര്യം മാറണം, എന്റെ സാഹചര്യം മാറണം, എന്റെ സാഹചര്യം മാറണം. ഞാൻ എന്നാൽ ഇന്ന് സന്ധ്യാവേളയിൽ ദൈവമക്കളോട് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. സാഹചര്യം മാറുന്നതിനെക്കാട്ടിലും മനോഹരമായത് നമ്മൾ മാറുന്നതാണ്. അത് പലപ്പോഴും നമുക്ക് ഒരു തിന്മയായിട്ട് തോന്നും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. യേശു കർത്താവിനെ കണ്ട് പത്രോസ് പടകിൽ നിന്ന് കടലിൽ ഇറങ്ങി പത്രോസിന്റെ കാലുകൾ വെള്ളത്തിൽ മുങ്ങുവാൻ തുടങ്ങി. അവിടെ രണ്ട് കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകിൽ ആ സമുദ്രത്തെ മുഴുവൻ ദൈവത്തിന് ഒരു ഐസ് കട്ടയാക്കി പെട്ടെന്ന് അവിടെ ആ സമുദ്രത്തെ ഒരു ഉറപ്പുള്ളതാക്കി തീർക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കർത്താവിന് ഒരു അത്ഭുതം ചെയ്ത് പത്രോസിനെയും കൂട്ടി പെട്ടെന്ന് കരയിലേക്ക്, കർത്താവിന് ഒരു നിമിഷാർത്ഥം മതി, ഒരു സെക്കൻഡ് കൊണ്ട് ഒരു മതി പോലും വേണ്ട, കർത്താവിന് ആ കടലിൽ നിന്ന് ഒറ്റ ഇതിന് കരയിലേക്ക് പോകാം. പക്ഷെ യേശു കർത്താവ് ആ കടലിനെ ഐസാക്കിയില്ല, ആ പത്രോസിനെയും കൂട്ടി കരയിലേക്ക് എടുത്തൊരു ചാട്ടം ചാടിയില്ല, ഒന്നും ചെയ്തില്ല. പത്രോസ് അന്നേരവും നിൽക്കുന്നത് കടലിൽ തന്നെയാണ്. പത്രോസ് അടുത്ത സ്റ്റെപ്പ് വെച്ചതും കടലിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ പത്രോസ് കാല് വെച്ചപ്പം മുങ്ങിയെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പത്രോസ് കാല് വെച്ചപ്പം മുങ്ങിയില്ല. ആമേൻ. കടലാണോ മാറിയത്? പത്രോസ് ആണോ മാറിയത്? പത്രോസ് ആണോ മാറിയത്? ഇന്ന് സന്ധ്യാവേളയിൽ നമുക്ക് ധൈര്യത്തോടു കൂടി പറയാൻ കഴിയും, കടല് മാറിയില്ല, പത്രോസ മാറി. ഈ ഉപവാസ പ്രാർത്ഥനകൾ മുഖാന്തരം ദൈവ പൈതലെ, നമ്മുടെ കടലല്ല മാറേണ്ടത്, നമ്മുടെ കാലടികളാ മാറേണ്ടത്. നമ്മുടെ സാഹചര്യങ്ങളല്ല മാറേണ്ടത്, നമ്മുടെ വിശ്വാസമാണ് മാറേണ്ടത്. കടല് മാറി നമ്മൾ കരയിൽ പോയി നടന്നാൽ അത് ലോകത്തെ എല്ലാ മനുഷ്യനും നടക്കുന്ന കാര്യമാ. പക്ഷേ കടലിന്റെ മേൽ നടക്കുന്നത് യേശു വിളിച്ചവന് മാത്രമേ പറ്റത്തുള്ളൂ. കടലിന്റെ മേൽ നടക്കുന്നത് യേശുവിനെ നോക്കുന്നവന് മാത്രമേ പറ്റത്തുള്ളൂ. സാഹചര്യങ്ങൾ മാറത്തില്ല, പക്ഷേ നമ്മളുടെ വിശ്വാസം മുഖാന്തരം, നമ്മളുടെ മാറ്റം മുഖാന്തരം അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. ആകയാൽ ഈ രക്ഷാപദ്ധതി ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സാഹചര്യങ്ങളല്ല, അവന്റെ അകത്തളത്തിലാണ് മാറ്റമുണ്ടാകുന്നത്. അവൻ സന്തോഷിക്കുകയാണ്. എന്നാൽ ഒരു ദൈവ പൈതലിന് വിരോധമായി ശത്രു പോരടിക്കുന്നത് അവന് ദൈവം ആ രക്ഷയിൽ കൂടെ നൽകിയ സന്തോഷത്തെ അപഹരിക്കുവാനാണ്. എന്നാൽ ഇന്ന് രാത്രികാലം ഏതെങ്കിലും ദൈവമക്കൾക്ക് ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പിശാച് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീണ്ടും ദൈവം അവസരം ഒരുക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനകൾ ഭക്തനായ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ നിലവിളിച്ചതുപോലെ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയും, ദൈവമേ എന്റെ ജീവിതത്തിൽ നിന്ന് ശത്രു അപഹരിച്ചു കൊണ്ടുപോയ ആ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ. ഈ ഉപവാസ പ്രാർത്ഥനകൾ രക്ഷ മുഖാന്തരം നിങ്ങളിൽ വന്ന ആ ആത്മീയ സന്തോഷം, പ്രാർത്ഥിക്കുവാനുള്ള സന്തോഷം, വചനം വായിക്കുവാനുള്ള സന്തോഷം, ആരാധിക്കുവാനുള്ള സന്തോഷം, ആത്മാവിൽ നിറയുവാനുള്ള സന്തോഷം, അന്യഭാഷ പറയുവാനുള്ള സന്തോഷം, ആ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്ന ദിനങ്ങളായി തീരട്ടെ
തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു സന്തോഷവും പിശാച് അപഹരിപ്പാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു സന്തോഷം രാവിലെ ഓർപ്പിച്ചു. തക്ക സമയത്ത് പറയുന്നത് ഒരു ആപ്റ്റ് ആൻസർ, ഒരു ഗുഡ് ആൻസർ നമ്മുടെ ജീവിതത്തിലെ ഒരു സന്തോഷമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉത്തരം മുട്ടുന്നത് നമ്മുടെ ജീവിതത്തിലെ സങ്കടമാണ്. നമ്മളെ ഉത്തരം മുട്ടിപ്പിക്കുമ്പോൾ നമ്മുടെ സന്തോഷത്തെ പിശാച് എടുത്തു കളയുകയാണ്. അതിന്റെ സാഹചര്യങ്ങളെ ഞാൻ പ്രഭാതത്തിൽ ഓർപ്പിച്ചിരുന്നു. ഞാൻ വീണ്ടും അവയെ വിശദീകരിക്കുന്നില്ല. ദൈവമക്കൾ എല്ലാവരും പ്രഭാതത്തിൽ അത് ധ്യാനിച്ചതും നമ്മൾ പ്രാർത്ഥിച്ചതുമാണല്ലോ. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ ഉത്തരം മുട്ടിപ്പിച്ച് നിങ്ങളുടെ സന്തോഷത്തെ അപഹരിച്ച ശത്രുവിന്റെ മേൽ നിങ്ങൾ ജയഘോഷം കൊള്ളണം. ദൈവമക്കളെ, ഒരു കാരണവശാലും നമ്മുടെ ഉത്തരം മുട്ടി പാതാളം സന്തോഷിപ്പാൻ ഇടവരത്തില്ല. നമ്മുടെ വായ് തുറക്കും ദൈവം നമുക്ക് നൽകുന്ന ഉത്തരങ്ങൾക്കായി. സ്തോത്രം. മൂന്നാമതായി നാം മറ്റൊരു വിഷയത്തെ കണ്ടു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, അത്യന്തമായ സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം. യോഹന്നാൻ തന്റെ 2 ലേഖനങ്ങളിലും, 2-ാം ലേഖനത്തിൽ ആ സന്തോഷത്തെ അത്യന്ത സന്തോഷമെന്നും 3-ാം ലേഖനത്തിൽ ഏറ്റവും വലിയ സന്തോഷമെന്നും പറയുന്നു. ആ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതായ സന്തോഷം. അപ്പോൾ തന്നെ ആ ഒരു വിഷയത്തെ ഞാൻ ഈ ആധുനിക കാലവുമായി ഒന്ന് കോർത്തിണക്കി ഒരു വിഷയം മാത്രം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് പറയുന്നതിൽ നാം സന്തോഷിക്കണം. അത് ട്രൂത്ത് എന്ന ആ സത്യത്തെ നമ്മൾ പഠിക്കുന്നു. എന്നാൽ അതിന് ഞാൻ വേറൊരു ഭാഗം ഇന്നൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ മക്കൾ റിയാലിറ്റിയിൽ നടക്കുന്നതിനെ നാം സന്തോഷിക്കണം, റിയാലിറ്റിയിൽ. പക്ഷേ ദുഃഖകരമായ ഒരു അനുഭവം പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഇന്ന് റിയാലിറ്റിയിലല്ല നടക്കുന്നത്. പകരം അവർ ഏതിലാണ് നടക്കുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അവർ വെർച്വൽ റിയാലിറ്റിയിലാണ്. റിയാലിറ്റിയിലല്ല ഇന്ന് നമ്മൾ പോലും ഇന്ന് ആഗ്രഹിക്കുന്നത് റിയാലിറ്റിയെക്കാട്ടിലും വെർച്വൽ റിയാലിറ്റിയിലാണ്. എല്ലാറ്റിലും ഇന്നത്തെ ലോകം മുഴുവൻ വെർച്വൽ റിയാലിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഞാനിപ്പോ കാലപ്പഴക്കത്തിലേക്ക് മടങ്ങണമെന്നല്ല പറയുന്നത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് കളി TV-യിൽ കാണാൻ ആഗ്രഹിക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഗെയിം അതൊരു മനുഷ്യൻ കളിക്കുന്ന ക്രിക്കറ്റോ ഒരു മനുഷ്യൻ കളിക്കുന്ന രീതിയിലോ അല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർ ഒരു സാങ്കല്പിക ലോകമുണ്ടാക്കി ഒരു വെർച്വൽ ഗെയിമിലേക്കാണ് ഇന്ന് കുഞ്ഞുങ്ങൾ മുഴുവൻ കടന്നു പോകുന്നത്, ഒരു വെർച്വൽ റിയാലിറ്റിയിലേക്ക്. മലയാളത്തിൽ അതിന് അധികരിക്കപ്പെട്ട വാസ്തവികത എന്നാണ് പറയുന്നത്. അധികരിക്കപ്പെട്ട വാസ്തവികത, വെർച്വൽ റിയാലിറ്റി. ഇന്നത്തെ വീഡിയോ ഗെയിമുകൾ മുഴുവൻ വെർച്വൽ റിയാലിറ്റിയിലാണ്. ഇന്ന് ഞാൻ ആ ഒരു വിഷയത്തെ വിമർശിക്കുകയല്ല. ഇന്ന് സ്വന്തം വീട്ടിലിരുന്നാൽ പോലും നമ്മൾ ഒരു സൂമിൽ കയറിയാൽ, അല്ലെങ്കിൽ ഞാനതിനെ വിമർശിക്കുകയല്ല, സോറി, ഒരു വെബെക്സിൽ കയറിയാൽ, ഒരു ഗൂഗിൾ മീറ്റിൽ കയറിയാൽ നമുക്ക് നമ്മുടെ റിയൽ ബാക്ക്ഗ്രൗണ്ടിനെക്കാട്ടിലും നമുക്ക് ഇഷ്ടം ഏതായിരിക്കും എന്നറിയാമോ? ഒരു വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഞാൻ അതിനെ വിമർശിക്കുകയല്ല, പക്ഷേ നമ്മൾ സത്യത്തിൽ നടക്കുന്നതിലാണ് സന്തോഷം. ഞാൻ മുതിർന്നവരെ അല്ല പറയുന്നത്, നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് ഒരു വെർച്വൽ റിയാലിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എഫെസ്യ ലേഖനത്തിൽ പറയുന്നവർ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു മായയാണ്, അതൊരു തോന്നൽ മാത്രമാണ്. ലോകത്തിലെ പ്രസിദ്ധ ഗെയിമുകളൊക്കെ, എനിക്ക് എല്ലാ ഗെയിമുകളുടെയും പേരറിയത്തില്ല, ഉദാഹരണമായി പറഞ്ഞ ഈ PUBG പോലുള്ള ഗെയിമുകൾ, ഇതെല്ലാം വെർച്വൽ റിയാലിറ്റികളാണ്. ഈ വെർച്വൽ റിയാലിറ്റിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നു. പക്ഷേ മാതാപിതാക്കൾക്ക് നമുക്ക് ഒരു സന്തോഷം ഉണ്ടായിരിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു. വെർച്വൽ റിയാലിറ്റിയിലായിരിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കുന്നത്, റിയാലിറ്റിയിലായിരിക്കണം. അതുപോലെ തന്നെ ദൈവം അവർക്ക് നൽകിയ ഇന്റലിജൻസ് ആയിരിക്കണം അവർക്ക് വർക്ക് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കീഴ്പ്പെടുന്നവരായിരിക്കണം. അതായത് റിയൽ ഇന്റലിജൻസ് അവരിൽ വർക്ക് ചെയ്യട്ടെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല, റിയൽ ഇന്റലിജൻസ്. ഇന്നത്തെ ലോകത്തെ കീഴ്പ്പെടുത്തുന്ന 2 സാങ്കേതിക വിദ്യകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വെർച്വൽ റിയാലിറ്റിയുമാണ്. ഇത് രണ്ടും സത്യത്തിൽ എന്നല്ല, അത് രണ്ടും വാസ്തവത്തിൽ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് കൃത്രിമം, അത് റിയൽ ഇന്റലിജൻസ് അല്ല. അടുത്തതായി നാം ശ്രദ്ധിക്കുമ്പോൾ വെർച്വൽ റിയാലിറ്റി, അത് റിയാലിറ്റി അല്ല, വെർച്വൽ റിയാലിറ്റിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ വെർച്വൽ ലോകത്തല്ല വളരേണ്ടത്, റിയൽ ലോകത്ത് നമ്മളോട് കൂടെ വളരട്ടെ. അവർക്കൊരു വെർച്വൽ ലോകത്തുള്ളതായിട്ടുള്ള മാതാപിതാക്കളും സ്നേഹിതരും അല്ല. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇന്ന് വെർച്വൽ ഫ്രണ്ട്സ് ആണുള്ളത്. അതിനെക്കാട്ടിലുപരിയായി അവർക്ക് യഥാർത്ഥ സ്നേഹം,
അവരുടെ കഷ്ടതയിൽ, അവരുടെ ആവശ്യകതയിൽ ഒരിക്കലും വെർച്വൽ റിയാലിറ്റിയിൽ അവർ കാണുന്നത് ആ VR ഇതായിട്ടുള്ള ഗെയിമുകളിൽ കാണുന്ന VR സപ്പോർട്ടഡ് ഗെയിമുകളിൽ കാണുന്ന ഫ്രണ്ട്സുകളൊന്നും അവരുടെ ജീവിതത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവരുടെ ജീവിതത്തിലെ കീറാമുട്ടിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയില്ല. അവിടെയൊക്കെ യഥാർത്ഥ സ്നേഹിതരും യഥാർത്ഥ സുഹൃത്തുക്കളും യഥാർത്ഥ മാതാപിതാക്കളും യഥാർത്ഥ സഹോദരങ്ങളും മാത്രമേ അവർക്ക് തുണ നിൽക്കുകയുള്ളൂ. മാതാപിതാക്കൾ അവരെ ആ വിഷയങ്ങൾ പ്രബോധിപ്പിക്കണം. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു, ഇൻ റിയാലിറ്റി, നോട്ട് ഇൻ വെർച്വൽ റിയാലിറ്റി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വിഷയം പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. അടുത്തതായി സന്തോഷത്തെ കുറിച്ച് നാലാമതായി നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച ഒരു വിഷയം നീതിമാന്റെ സന്തോഷം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 28-ാം വാക്യം നാം വായിച്ചതാണ്, നാം പ്രാർത്ഥിച്ചതാണ്. നീതിമാന്റെ സന്തോഷം അവന്റെ പ്രത്യാശയാണ്. അവന്റെ പ്രത്യാശ പോയാൽ അവന്റെ സന്തോഷം അവന്റെ പ്രത്യാശയാണ്. ജീവിതത്തിൽ നമ്മൾ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ഏത് ദൈവമക്കളും ഏത് നിലവാരത്തിലും ആയിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലോ ചാർച്ചക്കാരിലോ ആരിലും ആയിക്കൊള്ളട്ടെ, ഞാൻ പറയാം, ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒരു സിംഹക്കുഴിയുണ്ട്, ഒരു തീച്ചൂളയുണ്ട്, ഒരു പെരുവെള്ളമുണ്ട്, ഒരു യോർദാനുണ്ട്, ഒരു കാരാഗ്രഹമുണ്ട്, ഒരു പത്മോസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ പ്രിയരെ, ദൈവമക്കൾ അവിടെ അവസാനിക്കുകയും നമുക്കൊരു ഹോപ്പുണ്ട്. ആ ഹോപ്പ് നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം പോയി. ഇന്ന് രാത്രികാലം ഏത് സാഹചര്യത്തിലും ഞാൻ രാവിലെ ഓർപ്പിച്ചല്ലോ, വിശ്വാസവും പ്രത്യാശ അത് ഇണചേർന്നിരിക്കുകയാണ്. പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം. നമ്മുടെ പ്രത്യാശ, നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള പ്രത്യാശ നമ്മളിൽ ഉള്ള കാലത്തോളം നമ്മുടെ സന്തോഷത്തിന്മേൽ പിശാചിന് അവകാശമില്ല. ഞാൻ രക്ഷപ്പെടും. നമ്മൾ ഒരുപക്ഷെ ആ അസ്ഥികളുടെ താഴ്വരയിൽ ചുറ്റി നടന്നാൽ, നമ്മൾ ആ എരിഹോവിന്റെ വൻമതിലിന് ചുറ്റി നടന്നാലും, നമ്മൾ ആ കർമ്മേലിന്റെ പർവ്വതത്തിൽ നിന്ന് സമുദ്രതീരം വരെ 6 പ്രാവശ്യം പോയി ഓടിയിട്ട് ഒരു കയ്യോ ഒരു മേഘമോ ഒരു അടയാളമോ കണ്ടില്ലെങ്കിലും 7-ാം പ്രാവശ്യം ചുറ്റിയപ്പോൾ മതിൽ തകർന്നു വീണു ആർത്തു വിളിച്ചപ്പോൾ ആ ചുറ്റിയ ഉണങ്ങിയ അസ്ഥി കഷ്ണങ്ങളിൽ നിന്ന് ഒരു സൈന്യത്തെ പ്രവാചകൻ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അറിയണം സഹോദരങ്ങളെ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിരാശയുടെ കൂരിരുൾ താഴ്വരയിലും നീ അധൈര്യപ്പെടരുത്. നിരാശ നിന്നെ വീഴ്ത്തുവാൻ ഇടവരരുത്. ജീവിതത്തിൽ നിരാശ വരും ചില വേളകളിൽ. വിശുദ്ധ പൗലോസിന് പോലും നിരാശ വന്നു. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ്, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ബിയോണ്ട് അവർ സ്ട്രെങ്ത്. നമ്മുടെ ശക്തിക്ക് മീതെ ഒരു പ്രശ്നം, പ്രതികൂലം വരുമ്പോൾ ഒരു നിരാശ നമുക്കെതിരെ കടന്നു വരും. പക്ഷെ ആ നിരാശ വന്നേക്കാം. ആ നിരാശയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഇരിപ്പിടം കൊടുക്കരുത്. അത് നമ്മുടെ സന്തോഷത്തെ നശിപ്പിച്ചു കളയും. പ്രത്യാശയിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. കരകാണാത്ത കടലിൽ ആഴത്തിലിടുന്ന, കരകാണാത്ത കടലിൽ എവിടെ ഉറയ്ക്കുമെന്ന് ഒരു ലക്ഷ്യമില്ലാതെ ഇറക്കി വിടുന്ന ഒരു നങ്കൂരം ഉറച്ച് കപ്പലിനെ പിടിച്ചു നിർത്തുന്നത് പോലെയാണ് പ്രത്യാശ. കര കാണത്തില്ല, തീരം കാണത്തില്ല, ലക്ഷ്യം കാണത്തില്ല, ദിശ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ പ്രത്യാശയുണ്ടോ, നിന്റെ കപ്പല് തിരകളുടെ നടുവിൽ ഉറച്ചു നിൽക്കും. നമ്മുടെ പ്രത്യാശയെ നമുക്ക് മുറുകെ പിടിക്കാം. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം മുറുകെ പിടിച്ചാൽ നാം ആരായിത്തീരും? ദൈവത്തിന്റെ ഭവനമായി തീരും. ദൈവത്തിന്റെ ഭവനമായിരിക്കും. ദൈവത്തിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രത്യാശ നമുക്ക് മുറുകെ പിടിക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇന്ന് രാത്രികാലം അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. ജീവിതത്തിൽ നമ്മുടെ സന്തോഷത്തെ പിശാച് അപഹരിച്ചു കളയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സന്തോഷത്തെ പിശാച് അപഹരിച്ചു കളയുവാൻ ആഗ്രഹിക്കുന്നു. അതിലെ ഒരു വിഷയത്തിലേക്കൂടെ വന്നിട്ട് നമുക്ക് അടുത്ത വിഷയം തുടങ്ങി പ്രാർത്ഥിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്. അവിടെ ഹെരോദാവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഹെരോദാവിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേകത, യോഹന്നാൻ നീതിയും വിശുദ്ധിയും ഉള്ള പുരുഷൻ എന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അടുത്ത ഭാഗം, അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു. അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു. ഇവിടെ ഹെരോദാവിന് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഈ സന്തോഷം എന്നറിയാമോ? യോഹന്നാന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഹെരോദാവിനൊരു സന്തോഷം. യോഹന്നാന്റെ പ്രസംഗങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു വിഷയമാണ്. നമ്മളൊക്കെ, നമ്മുടെ ഭക്തന്മാർ, നമ്മുടെ ദൈവവചന ശുശ്രൂഷകരൊക്കെ പ്രസംഗം ആരംഭിക്കുമ്പോൾ എല്ലാ ദൈവമക്കൾക്കും വന്ദനമൊക്കെ പറഞ്ഞിട്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു.
യോഹന്നാൻ സ്നാപകൻ പ്രസംഗം ആരംഭിക്കുന്നത് മലയാള ഭാഷയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ വേറൊരു അർത്ഥം. ആദ്യം അവന്റെ പേരൻസിനെ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. സർപ്പസന്തതികളെ. അവനെയല്ല വിളിക്കുന്നത്, പറഞ്ഞ അവന്റെ അപ്പനെ വിളിച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത്. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞോടിപ്പോരുക, നിനക്കൊക്കെ ഉപദേശിച്ചു തന്നതാണ്. അങ്ങനെ ഒരു മയവും ഇല്ലാത്ത പ്രസംഗം, ഒരു മയവും ഇല്ലാത്ത പ്രസംഗം, മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രസംഗം. പക്ഷേ ഈ പ്രസംഗം അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഇവിടെ ഹെരോദാവ് പറയുകയാണ്, ആ പ്രസംഗം കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു ഭയങ്കരം, ആ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോരും, സന്തോഷത്തോടെ കേട്ടുപോരും. ഇത് നമ്മുടെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര സന്തോഷം. ഇന്ന് സന്ധ്യാവേളയിൽ തന്നെ ദൈവമക്കളെ, എന്തെല്ലാം തിരക്കുകളുണ്ട് നിങ്ങൾക്ക്, ഏതെല്ലാം അധ്വാന ഭാരത്തോടുകൂടെ ഉള്ളവരായിരിക്കാം. പക്ഷേ ഒരു ദൈവവചന ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വരും, നിങ്ങളത് കേൾക്കും, എത്ര തിരക്കായിരുന്നെങ്കിലും കേൾക്കും. ഇനി അല്ല, നിങ്ങളുടെ വീട്ടിൽ ജോലിപ്പാട് കൂടുതലാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് ഇപ്പൊ തുണി അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ആ വചനം അവിടെ റെക്കോർഡ്, നിങ്ങൾ ഓഡിയോ ഓൺ ചെയ്ത് നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് വചനം കേൾക്കുന്ന ഒരു സന്തോഷം, നമുക്ക് ഏവർക്കും വചനം കേൾക്കുന്ന ഒരു സന്തോഷം. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. സ്തോത്രം, സ്തോത്രം. ഇവിടെ നാം കാണുന്ന ഒരു സന്തോഷമുണ്ട്, ദൈവ വചനം കേൾക്കുന്നതായ ഒരു സന്തോഷം, ദൈവ വചനം കേൾക്കുന്നതായ ഒരു സന്തോഷം. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു, രക്ഷയുടെ സന്തോഷം നമ്മൾ വരുമ്പോൾ, രക്ഷയുടെ സന്തോഷം വരുമ്പോൾ വചനം കേൾക്കാൻ ഒരു സന്തോഷം നമുക്കുണ്ടാകും. രക്ഷയുടെ സന്തോഷം വരുമ്പോൾ വചനം കേൾക്കാൻ ഒരു സന്തോഷം. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് വചനം കേൾക്കുന്നതാണ് ഒരു ദൈവ പൈതലിന്റെ സന്തോഷം. പിശാച സന്തോഷത്തെ എടുത്തു കളയാൻ പോരടിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ ചുരുങ്ങിയ വാചകങ്ങളിൽ അതിന്റെ സംക്ഷിപ്ത ഭാവത്തിലേക്ക് കടന്നു വരട്ടെ. പിശാചിന് ഈ കാലഘട്ടത്തിലുള്ള വലിയ ഒരു ലക്ഷ്യമെന്നറിഞ്ഞാൽ അവനറിയാം, ഒരു ദൈവ പൈതലിന്റെ സന്തോഷം വചനം കേൾക്കുന്നതാണ്, ഒരു ദൈവ പൈതലിന്റെ സന്തോഷം ഒരു ദൂത് കേൾക്കുന്നതാണ്, ഒരു ദൈവ പൈതലിന്റെ സന്തോഷം ഒരു വെളിപ്പാട് കേൾക്കുന്നതാണ്. സ്തോത്രം. വചനം പ്രസംഗിക്കുന്ന ശുശ്രൂഷകർ ഇതിനകത്തുണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുവരെ ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്ത, അതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു റെവലേഷൻ, ഒരു വെളിപ്പാട്, ഒരു ദൂത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, എന്താ പറയുന്ന, കൊളംബസ് അമേരിക്ക പിടിച്ചതുപോലെ ഒരു സന്തോഷമായിരിക്കും. ഒരു പുതിയ ദൂത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വചനത്തിന്റെ വെളിപ്പാട് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ ചെയ്യണമെന്നറിയില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കും. കാരണം അന്ന് വരെ വായിച്ചിട്ടും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാതിരുന്ന ഒരു വചനത്തിന്റെ വെളിപ്പാട് നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമാണ്. ഇതുപോലെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ് അവന്റെ ഹൃദയത്തിന് ഏറ്റവും നമ്മുടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്. എന്നാൽ ശത്രു ഈ നാളുകളിൽ നമ്മുടെ സന്തോഷത്തെ അപഹരിക്കുവാൻ പരിശ്രമിക്കുന്ന വലിയൊരു പോരാട്ടം എന്തെന്നാൽ, അവൻ വചനത്തിന്റെ വാതിലുകളെ അടയ്ക്കുകയാണ്. ആമേൻ. അവൻ വചനത്തിന് വിരോധമായി പോരടിക്കുകയാണ്. ദൈവജനത്തിന്റെ അടുക്കലേക്ക് വചനം കടന്നു വരാതെ ശത്രു പോരടിക്കുന്നു. എന്തിനു വേണ്ടി? ശത്രുവിനറിയാം, വചനം കേൾക്കുമ്പോൾ ദൈവമക്കൾക്ക് ഒരു സന്തോഷം ഉണ്ടാകും, വചനം കേൾക്കുമ്പോൾ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശ ഉണ്ടാകും, വചനം കേൾക്കുമ്പോൾ ദൈവമക്കൾക്ക് ഒരു ഉണർവുണ്ടാകും, വചനം കേൾക്കുമ്പോൾ ദൈവമക്കൾക്ക് അവരുടെ നിരാശയുടെ കൂരിരുട്ടിൽ ഒരു പ്രത്യാശയുടെ ദീപം തെളിയും, അവരുടെ ദുഃഖങ്ങൾ മാറും, അവരുടെ സന്തോഷം അവരുടെ ജീവിതത്തിൽ തെളിയും. അതുകൊണ്ട് ശത്രു ഇന്ന് വന്ന് അവകാശം പറയുകയാണ്, ഇല്ല, നിന്റെ സന്തോഷം എനിക്ക് തരണം, നിന്റെ സന്തോഷം എനിക്ക് തരണം, നിന്റെ സന്തോഷം എനിക്ക് തരണം. സ്തോത്രം. ലോകത്തിന് സന്തോഷം കൊടുക്കാൻ കഴിയുന്ന ശക്തിവത്തായ ഒരു മാധ്യമം അത് ദൈവത്തിന്റെ വചനമാണ്. യേശു കർത്താവ് ഏത് വീട്ടിൽ ചെന്നാലും, ഏത് നിർജ്ജന പ്രദേശത്ത് ചെന്നാലും, ഏത് കടൽ തീരത്ത് ചെന്നാലും, ഏത് മലമുകളിൽ ചെന്നാലും യേശു കർത്താവിന്റെ അടുക്കൽ ആളുകൾ കൂടുമായിരുന്നു. സ്തോത്രം. യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെയോ 4 അപ്പം കൊണ്ട് 7 അപ്പം കൊണ്ട് 4000 പേരെയോ ഒക്കെ പോഷിപ്പിച്ചത് വിരളമായിട്ടാണ്. എന്നാൽ യേശു എവിടെ ചെന്നാലും ജനം യേശുവിന്റെ അടുക്കൽ കൂടും. കാരണം യേശുവിന്റെ വചനം കേൾക്കുവാൻ. എന്നാൽ യേശുവിന്റെ വചനം ജനത്തെ സന്തോഷിപ്പിക്കുന്നുവെന്ന് കണ്ട് യഹൂദന്മാർ, ന്യായശാസ്ത്രിമാർ, പരീശന്മാർ ആ ജനത്തിന്റെ സന്തോഷത്തെ ഒടുക്കിക്കളഞ്ഞു. യേശുവിനെ ഒടുക്കിക്കളയുമ്പോൾ ആ 3.5 വർഷം യഹൂദ ജനത കേട്ട ജീവിതത്തിന്റെ സന്തോഷമായിരുന്നു അവർ ഒടുക്കിക്കളഞ്ഞത്. ഇന്ന് രാത്രികാലം എന്റെ ദൈവമക്കളുടെ മുൻപാകെ ഞാൻ ഒരു പ്രാർത്ഥനാ വിഷയം പറയുകയാണ്. സ്തോത്രം. അതിന് 3 ഭാഗങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്,
ദേശത്തിന്റെ മധ്യത്തിൽ ദൈവവചനത്തിന്റെ വാതിലുകൾ അടയ്ക്കുന്ന ഒരു ശത്രുവുണ്ട്. ആമേൻ. ലോകത്തിന്റെ സന്തോഷം ദൈവത്തിന്റെ വചനമാണ്. ലോകത്തെ സന്തോഷിപ്പിക്കുവാൻ കഴിയുന്ന സന്തോഷം അത് ദൈവത്തിന്റെ സുവിശേഷമാണ്, അത് ദൈവത്തിന്റെ വചനമാണ്. ആ സുവിശേഷത്തിന്റെ വാതിലുകളെ അടച്ചുകൊണ്ട്, ആ സുവിശേഷത്തിന്റെ മാധ്യമങ്ങളെ അടച്ചുകൊണ്ട് ലോകത്തിന് വരേണ്ടുന്ന സന്തോഷത്തിന് വിരോധമായി ശത്രു പോരടിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ പീഡിപ്പിക്കുന്നവർ ദൈവവചന പ്രഘോഷണത്തിൽ കൂടെ ദേശത്തിന് ഉണ്ടാകുവാനുള്ള സന്തോഷത്തിന്മേൽ അവകാശം പറഞ്ഞ് പോരടിക്കുകയാണ്. ആമേൻ. ഈ കോവിഡ് മഹാമാരി വരുമ്പോൾ ദേശത്തിന്റെ മധ്യത്തിലുള്ള സുവിശേഷത്തിന്റെ വാതിലുകൾ ശത്രു അടയ്ക്കുവാൻ പരിശ്രമിക്കുകയാണ്. അവൻ ക്രൂസൈഡുകളെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അവൻ ഗോസ്പൽ അഡ്രസ്സസിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്, ഇന്ന് രാത്രി ദൈവമക്കൾ ആത്മാവിൽ പോരാടി തുടങ്ങിയാട്ട്, സുവിശേഷത്തിന്റെ വാതിലുകളെ അടച്ചുകൊണ്ട് സന്തോഷത്തെ അപഹരിക്കുവാൻ പരിശ്രമിക്കുന്ന അന്ധകാരത്തിന്റെ ദുർവ്യാപാരങ്ങൾ, അന്ധകാരത്തിന്റെ ദുരാത്മ ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ. ശബ്ദല ഗൗഡമോ രഗതവ ശത്രുഘനമാനിഹന്തരം സവാനിയ. യെസ്, സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടണം. തുറന്നോസിന്റെ പാഠശാലയിൽ തുറന്ന പുസ്തകവുമായി അപ്പോസ്തലൻ ഇരുന്നപ്പോൾ ആ ദേശത്തിന്റെ മധ്യത്തിൽ വാതിലുകൾ തുറന്നു. പുഴവക്കത്തുള്ള പോയി വിശുദ്ധൻ തിരുവെഴുത്ത് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ലുദിയായുടെ ഹൃദയം തുറന്നു. അവർ പൗലോസ് കൊടുത്തത് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടല്ല, പിന്നെയോ പൗലോസിന്റെ വചനം കേട്ടപ്പോൾ ഹൃദയത്തിൽ ഉണ്ടായ സന്തോഷത്തിൽ അവർ അപ്പോസ്തലന്മാരെ വീട്ടിൽ കൈക്കൊണ്ടു. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ. ആമേൻ. ദൈവമക്കൾക്കറിയാം, ആരാധനാലയങ്ങളിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ആരാധിച്ച് ദൈവവചനം കേട്ട സന്ദർഭങ്ങൾ, ചില ദൂതുകൾ കേട്ടപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണമെന്ന് തോന്നി. ചില ദൂതുകൾ കേട്ടപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുന്ന സ്ഥലം മറന്ന് ഹല്ലേലൂയ പറയണമെന്ന് തോന്നി. ചില ദൂതുകൾ കേട്ടപ്പോൾ നമ്മെ തന്നെ മറന്ന് ആമേൻ പറയണമെന്ന് തോന്നി. ചില ദൂതുകൾ കേട്ടപ്പോൾ നാം അറിയാതെ കൈയടിക്കണമെന്ന് തോന്നി. ചില ദൂതുകൾ കേട്ടപ്പോൾ നമുക്ക് അവിടെ ഇരുന്നൊന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നി. ചില ദൂതുകൾ കേട്ട് നിരാശപ്പെട്ട് മരിച്ചു കളയാമെന്ന് ചിന്തിച്ച ഇരുന്നിടത്ത് നിന്ന് ചില ദൂതുകൾ, ചില ദൈവവചനം കേട്ടപ്പോൾ ഇനി ഞാൻ ഏതായാലും മരിക്കുന്നില്ല, ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് ഒരു തീരുമാനത്തോടെ സന്തോഷത്തോടെ ഇറങ്ങി പുറപ്പെട്ടു. ജീവിതത്തിന്റെ ദുഃഖവേളകളിൽ മാറ്റിമറിക്കുന്ന മാധ്യമം ദൈവത്തിന്റെ സുവിശേഷമാണ്. എന്നാൽ പിശാച് വാദിക്കുകയാണ്, ഇല്ല, ആ സന്തോഷത്തെ ഞാൻ പിടിച്ചെടുക്കുമെന്ന്. ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അത് ദൈവജനത്തിന്റെ സന്തോഷമാണ്, അത് ലോക ജനതയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന സന്തോഷമാണ്. രാജ്യങ്ങളുടെ നടുവിൽ വീണ്ടും ഒരിക്കൽ കൂടെ ക്രൂസൈഡുകൾ ഉണ്ടാകട്ടെ. ദൈവവചനം വലിയ സൗണ്ട് സിസ്റ്റത്തിൽ ആ ദേശങ്ങളിൽ മുഴങ്ങി കേൾക്കട്ടെ. പാപികൾ കേൾക്കുന്ന ദൈവവചനത്തിന്റെ അലയൊലികൾ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ വീടുകളിലും ദൈവവചനം കടന്നു ചെല്ലട്ടെ. ദുഃഖിതർ ദൈവവചനം വായിക്കട്ടെ. ദുഃഖിത ഹൃദയങ്ങളിൽ ദൈവവചനം കടന്നു ചെല്ലട്ടെ. സന്തോഷത്തോടെ ദൈവവചനം സന്തോഷത്തോടെ കേട്ടു. ദൈവവചനം കേൾക്കുമ്പോൾ ഹെരോദാവിന് ഒരു ഭാഗത്ത് കലക്കമുണ്ടെങ്കിലും യോഹന്നാന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഹെരോദാവിന് വലിയൊരു ആശ്വാസം ഉണ്ടായി. പ്രിയരെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഹെരോദാവിന് ഈ ഒരു രട്ട് പോലത്തെ ഒരു വസ്ത്രം കൊടുത്ത് ഈ ഒരു രൂപഗുണമില്ലാത്ത മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു കിടന്ന ഈ മനുഷ്യനെ വിളിച്ചു നിർത്തി പ്രസംഗം കേട്ട എന്തോ സന്തോഷം ഉണ്ടാകാനാ. ഹെരോദ ഒരു രാജാവാണ്. അവന്റെ മുമ്പാകെ നൃത്തം ചെയ്യാൻ നർത്തകിമാരുണ്ട്. അവന്റെ മുൻപാകെ ഫലിതം പറയാൻ ആൾക്കാരുണ്ട്. അവന്റെ മുൻപാകെ നാടകം കളിക്കാൻ ആൾക്കാരുണ്ട്. അവന്റെ മുൻപാകെ കോമഡി കാണിക്കാൻ ജോക്കർമാരുണ്ട്. പക്ഷേ അവർക്കാർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു സന്തോഷം ഹെരോദാവ് യോഹന്നാൻ സ്നാപകന്റെ സുവിശേഷത്തിൽ കണ്ടു. ഇന്ന് രാത്രി ഞാൻ പറയും, ലോകത്തിലെ കോമഡിക്കോ ലോകത്തിലെ നർത്തകർക്കോ ലോകത്തിലെ ഒരു മാധ്യമത്തിന് നൽകുവാൻ കഴിയാത്ത ഒരു സന്തോഷം എന്റെ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ആ വചനത്തിന്റെ വാതിലുകൾ ദേശത്ത് തുറക്കപ്പെടണം. ആ വചനത്തിന്റെ വാതിലുകൾ ദേശത്ത് തുറക്കപ്പെടണം. സ്തോത്രം. ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തെ ഞാൻ പറയട്ടെ ദൈവമക്കളെ. ഒന്ന്, നാം ദേശത്തിന്റെ മധ്യത്തിൽ വചനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പ്രാർത്ഥിക്കണം. അത് സന്തോഷം പകരപ്പെടുന്ന മാധ്യമമാണ്. 2, ഈ ദൈവ വചനം വഹിക്കുന്ന ദൈവ ശുശ്രൂഷകർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവരുടെ ആത്മീയ നിലവാരം സൂക്ഷിക്കപ്പെടണം. എത്ര പ്രഗത്ഭരായ ദൈവവചന ശുശ്രൂഷകർ പിൽക്കാലത്ത് പുൾപിറ്റുകളിൽ കയറുവാൻ കഴിയാത്ത അവസ്ഥകളിൽ വന്നു. പിശാച് ആ സന്തോഷത്തിന്റെ മാധ്യമത്തെ തകർക്കുകയാണ്. സ്തോത്രം.
സ്തോത്രം. തുരുത്തി പൊളിഞ്ഞു പോകരുത്. തുരുത്തി പൊളിഞ്ഞു പോയാൽ വീഞ്ഞ് ഒഴുകിപ്പോകും. സ്തോത്രം. രണ്ടാമതായി, ദൈവവചനം പ്രഘോഷിക്കുന്ന ശുശ്രൂഷകർ അവരുടെ ശരീരബലത്തിൽ അവർ സൂക്ഷിക്കപ്പെടണം. ദൈവവചനം പ്രസംഗിക്കുന്ന ശുശ്രൂഷകർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാവരും ഒരു കാര്യത്തിൽ വളരെ നിഷ്ഠയുണ്ട്. വചനം പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർക്കെല്ലാം തന്നെ ഓഹരിയുള്ളൂ. നമ്മൾക്കൊക്കെ ദൈവ ശുശ്രൂഷകരോട്, പാസ്റ്ററോട്, ചർച്ചിലെ പാസ്റ്ററോട് നമുക്ക് ഉള്ള കടപ്പാട് നമ്മൾ സ്തോത്രകാഴ്ച ഇടുന്നതോടുകൂടി തീരും. ഇല്ല, ഒരിക്കലും അല്ല ദൈവമക്കളെ. നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച് നമ്മളെ നടത്തിയവരെ നമ്മൾ ഓർക്കണം. അത് ഒരു പക്ഷേ നിങ്ങൾ ഈ ദേശത്ത്, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സഭയിൽ നിന്ന് വേറെ ഒരു ദേശത്തേക്ക് മാറിപ്പോയാലും നിങ്ങളോട് ദൂത് പറഞ്ഞ, ദൈവവചനം പറഞ്ഞ ദൈവ ശുശ്രൂഷകരെ നിങ്ങൾ മറന്നു കളയരുത്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വീഞ്ഞു കൊണ്ടുവരുന്ന തുരുത്തിയാണവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി ഞാൻ പറയട്ടെ, ദൈവ വചനത്തിന്റെ സന്തോഷം ലഭിക്കേണ്ടതിന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ വചനം പ്രസംഗിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വചനം തരേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശുശ്രൂഷകരും മനുഷ്യരാണ്. അവർ ദൈവവചനത്തിന്റെ ഏതെങ്കിലും ഒരു എന്റെയും നിങ്ങളുടെയും എല്ലാ പാസ്റ്റർമാരുടെയും കയ്യിൽ ഇരിക്കുന്നത് ഒരേ ബൈബിളാണ്, ഒരേ തിരുവെഴുത്താണ്. പക്ഷെ ആ വചനത്തിന് സങ്കീർത്തനക്കാരൻ പറയുന്നല്ലോ, നിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ. പ്രിയരെ, നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ സഭയ്ക്കകത്ത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ദൈവവചനത്തിന്റെ പുതിയ ദൂതുകൾ കേൾക്കണം, പുതിയ വെളിപ്പാടുകൾ കേൾക്കണം. അത് വന്ന നമ്മുടെ ജീവിതം മാറും, അത് വന്ന നമ്മുടെ സന്തോഷം മാറും. ദൂത് വന്ന ജീവിതം മാറും പ്രിയമുള്ളവരെ. വെളിപ്പാട് വന്ന ജീവിതം മാറും പ്രിയമുള്ളവരെ. ആമേൻ. ദൂത് വന്ന ജീവിതം മാറും, വെളിപ്പാട് വന്ന ജീവിതം മാറും, നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കും. അകൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ചർച്ചുകളിൽ, ഞങ്ങളുടെ ആരാധനകളിൽ ദൈവമേ പുതിയ പുതിയ ദൂതുകൾ തരണം, പുതിയ പുതിയ റെവലേഷനുകൾ തരണം, പുതിയ പുതിയ അറിവുകൾ ദൈവവചനത്തിൽ നിന്ന് തരണം. ഈ നാളുകളിൽ പിശാച് സുവിശേഷത്തിന്റെ വാതിലുകൾ അടയ്ക്കും. 2, സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവവചനം പറയുന്ന ശുശ്രൂഷകരെ പിശാച് വേദികളിൽ നിന്ന് അകറ്റുകയും അവരുടെ കൃപയിൽ നിന്ന് അവരെ വീഴ്ത്തുവാൻ പരിശ്രമിക്കുകയും 2, അവരുടെ ശരീരത്തെ ബലഹീനപ്പെടുത്തുകയും ചെയ്യും. അരുത്. ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ആ സന്തോഷത്തിന്റെ ആ വീഞ്ഞിന്റെ തുരുത്തി സൂക്ഷിക്കപ്പെടണം. 3, ദൈവ ശുശ്രൂഷകർ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ നാം കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത നൂതനമായ വിഷയങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. സ്തോത്രം. അത് ദൈവമക്കൾ പ്രാർത്ഥിച്ചു വാങ്ങണം. ദൈവമേ, ആ സന്തോഷത്തെ പിശാച് അപഹരിക്കരുത്. ഇന്ന് പിശാച് വാദിക്കുക, നിന്റെ സന്തോഷം എനിക്കിതാ, നിന്റെ സന്തോഷം എനിക്കിതാ, നിന്റെ സന്തോഷം എനിക്കിതാ. ഇല്ല, നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മുടെ സന്തോഷമാണ്. അത് കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. ആ വചനത്തിന്റെ പ്രകാശനത്തിനായി, ആ വചന മുഖാന്തരം സന്തോഷിക്കേണ്ടതിനായി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പ്രിയമുള്ളവരെ. അടുത്തതായി, നമ്മുടെ ജീവിതത്തിലെ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തെ പിശാച് അപഹരിക്കുവാൻ പരിശ്രമിക്കുന്ന മറ്റൊരു മണ്ഡലമുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം ഓർത്തുകൊള്ളണമേ. നമ്മുടെ ആപ്തവാക്യം ഇതാണ്: ഞങ്ങളെ പീഡിപ്പിച്ചവർ ഞങ്ങളുടെ സന്തോഷത്തെ ചോദിച്ചു. ദൈവമക്കളുടെ സന്തോഷത്തിന് വിരോധമായി പിശാച് വാദിക്കുന്നു. അതിലെ ഒരു സന്തോഷത്തെക്കുറിച്ച് ഞാനിവിടെ വായിച്ചു കൊള്ളട്ടെ. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. സന്തോഷത്തോടെ സഹിച്ചു. ആമേൻ. ആ വാക്യത്തിന്റെ അവസാന ഭാഗം മാത്രം ഞാൻ എടുക്കുകയാണ്. സന്തോഷത്തോടെ സഹിച്ചു. സഹിക്കുന്നതിലുള്ള സന്തോഷം, സഹിക്കുന്നതിലുള്ള സന്തോഷം. തിരുവെഴുത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ സഹിച്ച് മടുത്തിരിക്കുന്നു. സഹിച്ചു മടുക്കുന്നത് മാനുഷികമാണ്, സഹിച്ച് കെട്ടുപോകുന്നത് മാനുഷികമാണ്. പക്ഷെ സഹിച്ച് സന്തോഷിക്കുന്നത് അത് ദൈവികമാണ്. ആമേൻ. സഹിച്ച് സന്തോഷിക്കുന്നത്, സന്തോഷത്തോടെ സഹിച്ചല്ലോ. ആമേൻ. സന്തോഷത്തോടെ സഹിച്ചല്ലോ. സന്തോഷത്തോടെ സഹിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ലോകത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടു കൂടി പറയും, അത് യേശുവിന്റെ ജനത്തിന് മാത്രമാണ്. സന്തോഷത്തോടെ സഹിക്കണം. സന്തോഷത്തോടെയുള്ള സഹിഷ്ണുത. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവൻ സന്തോഷത്തോടെ സഹിക്കുന്നത്, അവൻ സഹിക്കുന്നതിൽ, അവന്റെ കഷ്ടതകളിൽ അവൻ സന്തോഷിക്കുന്നത് അവന് നൽകപ്പെട്ട ഒരു കൃപയാണ്. പിശാച് മാക്സിമം പരിശ്രമിക്കും കഷ്ടതകളിൽ നമ്മളെ ഒന്ന് കരയിപ്പിക്കാൻ, കഷ്ടതയിൽ നമ്മളെ ഒന്ന് സങ്കടപ്പെടുത്താൻ. പിശാച് വന്ന് കഷ്ടതയിൽ പറയുകയാണ്, എടാ നിന്റെ കഷ്ടതയിലെ സന്തോഷം എനിക്കിങ്ങിതാ, കഷ്ടതയിലെ സന്തോഷം എനിക്കിങ്ങിതാ.
നമ്മൾ എപ്പോഴും പാടും, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാൻ അത് വാങ്ങും. അതൊരു തീരുമാനമാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും ഈരടി പാടുപോയിട്ട് നമ്മളൊരു തീരുമാനം പറയുകയാണ്. ആ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട പ്രിയമുള്ളവരെ. ആ സന്തോഷത്തിന് വിരോധമായി പിശാച് വാദിക്കുകയാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നാം കഷ്ടതകളിൽ സന്തോഷിക്കണം. കഷ്ടതകളിൽ സന്തോഷിക്കുവാൻ എന്തുകൊണ്ട് നമ്മൾ കഷ്ടതകളിൽ സന്തോഷിക്കണം? എല്ലാവരും പറയും കഷ്ടതയിൽ സന്തോഷിക്കണം. കഷ്ടതയിൽ സന്തോഷിക്കുന്നതിന്റെ പിമ്പിൽ ഈ കഷ്ടതയിൽ സന്തോഷിച്ചാൽ എന്താണ് പ്രയോജനം? വിശുദ്ധ തിരുവെഴുത്തിലെ 4 ഭാഗങ്ങളെ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഒന്ന്, നമ്മൾ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ പാർട്ടേക്കേഴ്സ്, പങ്കാളികളായി തീരുകയാണ്. നമ്മൾ ക്രിസ്തുവിനോടുകൂടെ പങ്കാളികളായി തീരുകയാണ്. വിശുദ്ധ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ അവിടെ പറയുന്നുണ്ട്, 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ. യേശുവിന്റെ സഹിഷ്ണുതയിലും കഷ്ടതയിലും കൂട്ടാളിയായ യോഹന്നാൻ കടന്നുപോയ കഷ്ടതയുടെ പാതകളൊക്കെ യോഹന്നാനെ ആരാക്കി തീർക്കുകയായിരുന്നു അറിയാമോ? യേശുവിന്റെ കൂട്ടാളിയായി തീരുകയായിരുന്നു. യേശുവിന്റെ കൂട്ടാളി, യേശുവിന്റെ ഫ്രണ്ട്, യേശുവിന്റെ പാർട്ടേക്കർ, യേശുവിന്റെ ഒരു ഓഹരിക്കാരൻ, ഒരു സഹപ്രവർത്തകനായി തീരുകയായിരുന്നു. കുറേനക്കാരനായ ശിമോൻ യേശുവിന്റെ കുരിശ് ചുമന്നതുപോലെ. സ്തോത്രം. നമ്മൾ നമ്മൾ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനോട് കൂട്ടാളിയാവുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ താൻ പരിചയപ്പെടുത്തുകയാണ്, യേശുവിന്റെ കഷ്ടതയിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായിരിക്കുന്ന ഞാൻ. ഇന്ന് രാത്രികാലം ജീവിതത്തിന്റെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ദൈവപൈതലെ, എനിക്കും നിങ്ങൾക്കും ധൈര്യത്തോടു കൂടി പറയുവാൻ കഴിയും, ഞാൻ യേശുവിന്റെ കൂട്ടാളിയാ. നിന്നെ എന്താ യേശുവിന്റെ കൂട്ടാളിയാക്കി തീർത്തത്? ആമേൻ. ലോകത്തിൽ ചില ക്ലബ്ബുകളുണ്ട്, ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, അങ്ങനെയൊക്കെയുള്ള ക്ലബ്ബുകളുണ്ട്. ആ ക്ലബിൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അവരുടെ വാഹനങ്ങളിലൊക്കെ ഒരു സ്റ്റിക്കർ കാണും, മെമ്പർ ഇൻ എ ക്ലബ് എന്ന്. ആമേൻ. ഇതുപോലെ ഒരു ദൈവ പൈതലിന് ആ കർത്താവിന്റെ ക്ലബിനകത്ത് ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു സ്റ്റിക്കർ കർത്താവ് അടിച്ചിരിക്കും. ആ സ്റ്റിക്കറാണ് കഷ്ടത, ആ സ്റ്റിക്കറാണ് സഹിഷ്ണുത. ആമേൻ. ഇതുപോലെ വേറെ ഒരു ഇതുണ്ട്, ചില വലിയ വൻകിട പബ്ബുകളിലൊക്കെ ചിലർക്ക് പെർമിഷൻ അവിടെ കിട്ടണമെങ്കിൽ അവർക്ക് ഈ റേഞ്ചിലുള്ളതായിട്ടുള്ള കാറുകൾ വേണം. ഈ റേഞ്ച് നിലവാരത്തിലുള്ളതായിട്ടുള്ള കാറുകൾ ഉണ്ടെങ്കിലേ അവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റസ് ഉണ്ടെങ്കിലേ അവർക്ക് അവിടെ കയറാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ കർത്താവിന്റെ ആ ക്ലബിനകത്ത് നമുക്കൊരു മെമ്പർഷിപ്പ് വേണമെങ്കിൽ നമുക്ക് ആ റേഞ്ചിലുള്ള വെഹിക്കിൾ വേണം. പ്രിയമുള്ളവരെ, കഷ്ടതയുടെ ആ നല്ല വാഹനത്തിൽ, സഹിഷ്ണുതയുടെ ആ നല്ല ഗ്ലോറിയസ് വാഹനത്തിൽ കയറി ചെന്നാലേ ആ ക്ലബിനകത്ത് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ആമേൻ. അതിനുവേണ്ടി ആ കർത്താവ് നമ്മളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നു. ചിത്രത്തയ്യൽ. ആമേൻ. ഒരു ചിത്രത്തയ്യലുള്ള വസ്ത്രം നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു എംബ്രോയിഡറി വർക്ക് അതിന്റെ ഫ്രണ്ടിൽ ഭയങ്കരമായിട്ടുള്ള മനോഹാരിതയായിരിക്കും. നമ്മൾ കണ്ടാൽ എത്ര വിലയാണെന്ന് പറഞ്ഞാലും അത് നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കും. നല്ല പൂവ്, നല്ല ഇത്, സ്തോത്രം. പക്ഷെ നമ്മൾ അതൊന്ന് തിരിച്ചു നോക്കി കഴിഞ്ഞാലോ, എന്തൊക്കെയോ കാക്രം പൂക്രം വരച്ച് കുത്തി വെച്ചിരിക്കുന്നു. ജീസസ്. ആമേൻ. യേശുവിന്റെ കൂട്ടാളിയുടെ ജീവിതം ഇതുപോലെയാ. ആമേൻ. സ്വർഗത്തിൽ ചെന്ന് ഈ എംബ്രോയിഡറി ചെയ്ത സാധനം എടുക്കുമ്പോൾ ആൾക്കാർ പറയും, വാ എന്നാ സ്റ്റൈലപ്പാ. ആമേൻ. പക്ഷെ അതിന്റെ പുറകിലെ വശം ഒന്ന് നോക്കുമ്പോ, ഈ ലോകത്തിലെ വശം നോക്കുമ്പോ കുത്തി കിഴിച്ചതായിരിക്കുമെന്നേ. കിഴിച്ചതായിരിക്കും. അതിന്റെ പുറകു വശത്തിന് ഒരിതുമില്ല. ഇന്ന് രാത്രികാലം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ജീവിതത്തിന്റെ ഒരു വശം മുഴുവൻ കുത്തി കിഴിച്ച് കീറി കാക്രം പൂക്രം വരച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അറിഞ്ഞു കൊള്ളണം, അതിന്റെ അതർ സൈഡ് ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. വിശ്വസിച്ചോ? ആമേൻ. സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു എംബ്രോയിഡറി വർക്ക് എടുത്ത് നോക്കിയാൽ മതി, സംശയം മാറിക്കോളും. സ്തോത്രം. നാം കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനോട് നമ്മൾ കൂട്ടാളിയാവുകയാണ്. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് പരിശോധനയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവേൻ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുകയാണ്. സ്തോത്രം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുകയും.
ആകയാൽ ഇന്ന് രാത്രികാലം ജീവിതത്തിലെ കഷ്ടതകളെ നോക്കി പറഞ്ഞാട്ടെ, യേശുവിന്റെ കൂട്ടാളിയാക്കാൻ എനിക്ക് നൽകിയ കഷ്ടതയ്ക്ക് സ്തോത്രം, യേശുവിന്റെ കൂട്ടാളിയാകുവാൻ നൽകിയ കഷ്ടതയ്ക്ക് സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രികാലം ഇത് കേൾക്കുമ്പോൾ കഷ്ടതയുള്ള ദൈവമക്കൾക്ക് ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം, ഒരു സംതൃപ്തി ഉണ്ട്. കർത്താവെ നന്ദി എന്ന്. കഷ്ടതയില്ലാത്ത ദൈവമക്കൾക്ക് മനസ്സിൽ ഒരു ചെറിയ ലജ്ജയുണ്ട്. നമുക്കതിനകത്തൊരു സ്തോത്രം പറയാൻ പറ്റുന്നില്ലല്ലോ. സ്തോത്രം. കഷ്ടതയാണ് നമ്മുടെ മനസ്സിൽ. ഇന്ന് രാത്രികാലം ഇത് കേൾക്കുന്ന ദൈവമക്കളുടെ മുഖത്ത് കഷ്ടതയുടെ കഠിന ശോധനയിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കളുടെ ഹൃദയത്തിനകത്തുനിന്ന് ഒരു സന്തോഷം പൊങ്ങി വരും. ഈ കഷ്ടതയെ എന്നെ കർത്താവിന്റെ കൂട്ടാളിയാക്കിയത്. നമ്മുടെ കുടുംബ മഹിമയോ പാരമ്പര്യമോ ഉണ്ട് ഞാൻ യേശുവിന്റെ കൂട്ടാളിയാണെന്ന് പറയാൻ കഴിയത്തില്ല. പക്ഷെ നമ്മുടെ കഷ്ടത കൊണ്ട് പറയാൻ പറയും, ഞാൻ യേശു പോയ പാതയിൽ കൂടെയാണ് പോകുന്നത്, യേശു കടന്ന പാതയിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. യേശു കർത്താവ് പറഞ്ഞു, തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവരും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ ശിഷ്യനാകുവാൻ തക്കവണ്ണം, യേശുവിന്റെ കൂട്ടാളിയാകുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഭവമാണ് കഷ്ടതയെങ്കിൽ ഇന്ന് രാത്രികാലം പറഞ്ഞു, എന്റെ കഷ്ടതയെ കുറിച്ച് എനിക്കൊരു സങ്കടവും ഇല്ല. അത് യേശുവിന്റെ കൂട്ടാളിയാകാനുള്ളതല്ലേ. നിന്റെ സന്തോഷത്തെ ചോദിക്കുന്ന ശത്രുവിനെ നോക്കി പറഞ്ഞാട്ട്, നിന്റെ സന്തോഷം കഷ്ടതയിൽ സഹിഷ്ണുതയിൽ നീ കാണിക്കുന്ന സന്തോഷത്തെ അപഹരിക്കാൻ വരുന്ന ശത്രുവിനെ നോക്കി പറഞ്ഞിട്ട്, പോസാത്താനെ ഈ കഷ്ടത എന്നെ യേശുവിന്റെ കൂട്ടാളിയാക്കി തീർക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടതയിൽ സന്തോഷിക്കാനുള്ള ഒരു കാരണം നമ്മൾ കർത്താവിന് കൂട്ടാളികളായി തീരുന്നത്. സ്തോത്രം. രണ്ടാമത്, കഷ്ടതയിൽ സന്തോഷിക്കുവാൻ യാക്കോബ് അപ്പോസ്തലൻ ഒരു വിഷയം പറയുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് കഷ്ടതയിൽ സന്തോഷിക്കണം? എല്ലാവരും പറയും കഷ്ടതയിൽ സന്തോഷിക്കണം. കഷ്ടത വരുമ്പം പറയാം. ഇല്ല, കഷ്ടതയിൽ നമ്മൾ സന്തോഷിക്കുന്നതിന് ചുമ്മാതല്ല. യാക്കോബിന്റെ 1-ാം ലേഖനം 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരീക്ഷ വരുമ്പോൾ പറയാം, ജീവിതത്തിൽ ഒരു പരീക്ഷ നേരിടും. ഒരു പരീക്ഷയല്ല, യാക്കോബ് പറയാണ്, വിവിധ പരീക്ഷകൾ നേരിടുമ്പോൾ. ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ പരീക്ഷ 1-ാം ക്ലാസ്സിലെ പരീക്ഷ കൊണ്ട് തീരത്തില്ല, 2-ാം ക്ലാസ്സിലെ പരീക്ഷ കൊണ്ട് തീരത്തില്ല, 3-ാം ക്ലാസ്സിലെ പരീക്ഷ കൊണ്ട് തീരത്തില്ല. ആമേൻ. ഈ സ്കൂൾ ജീവിതം ഉള്ള കാലം മുഴുവൻ പരീക്ഷ ഉണ്ടായിരിക്കും. ആമേൻ. അത് പിന്നെ ചിലപ്പം ക്ലാസ് ടെസ്റ്റ് ആയിരിക്കും, ചിലപ്പം ടേം എക്സ്റ്റേണൽ എക്സാം ആയിരിക്കും, ചിലപ്പം സെമസ്റ്റർ ആയിരിക്കും, ചിലപ്പം പബ്ലിക് ആയിരിക്കും, ചിലപ്പം ചെറിയ എക്സാമുകളായിരിക്കും. ഇതൊക്കെ ഉണ്ടായിരിക്കും പ്രിയ ദൈവവേദലെ. പക്ഷെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ കർത്താവെ രക്ഷിക്കപ്പെട്ട് നിന്നെ അറിഞ്ഞ കാലം തുടങ്ങി എന്നും കഷ്ടമാണല്ലോ ദൈവമേ, ഇതെന്തൊരു ശോധനയാ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈവെക്കാനല്ല യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്. നിങ്ങൾ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതാശേഷം സന്തോഷം എന്നെണ്ണുവേ. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ യേശുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സുഖത്തിലാണോ കഷ്ടതയിലാണോ? ശമ്പളം മേടിച്ചപ്പോഴാണോ യേശു നല്ലവനെന്ന് അറിഞ്ഞത്? അതോ ശമ്പളമില്ലാതെ 2 മാസം ഓടിയപ്പോഴാണോ യേശു എന്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞത്? ആമേൻ. ജീവിതത്തിൽ എല്ലാം സുഗമമായിരുന്നപ്പോഴാണ്? ഇല്ല. അവൻ ദീനത്തിൽ എന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കും. രോഗശയ്യയിൽ എന്നെ താങ്ങുന്നു, ദീനത്തിൽ എന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കും. സുഖമായിട്ടിരിക്കുമ്പം തമ്പുരാൻ വന്ന് കിടക്ക മാറ്റിവിരിക്കും. സുഖമായിട്ടിരിക്കുമ്പം തമ്പുരാൻ കിടക്ക മാറ്റിവിരിക്കത്തില്ല. ദീനത്തിൽ നീ എന്റെ കിടക്ക മാറ്റിവിരിക്കും. നമ്മൾ സുഖമായിട്ട് കട്ടിലെ കിടന്നുറങ്ങുമ്പോൾ കർത്താവ് നമ്മളെ താങ്ങും? ഇല്ല. രോഗശയ്യയിൽ താങ്ങും. ആമേൻ, ആമേൻ. നമുക്കൊക്കെ അറിയാലോ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ തനിയെ റൂമിൽ കിടന്നുറങ്ങും. പക്ഷെ നമുക്കൊരു പനി വരട്ടെ, നമ്മുടെ അമ്മ നമ്മുടെ അടുത്തുനിന്ന് മാറുമോ? ഇല്ല പ്രിയമുള്ളവരെ. അഥവാ നമ്മുടെ അമ്മ വേറെ റൂമിൽ കിടന്നാലും രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ നോക്കും. ഇല്ല, നമ്മൾ ഉറങ്ങാതെ കിടക്കുകയാണെങ്കിൽ ആ അമ്മ വന്നിട്ട് നീ ഉറങ്ങിയില്ലയോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി കിടക്കുവോ? ഇല്ല, നമ്മുടെ കട്ടിലിന്റെ അവിടെ തന്നെ ഇരിക്കും. നമ്മൾ ഉറങ്ങുന്നിടം വരെയും നമ്മുടെ നെറ്റി ഇങ്ങനെ തലോടി 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 ഇങ്ങനെ ഇരിക്കും. അത് ശരിയാ, ഒരു ദിവസം വെറുതെ നമ്മൾ എടുക്കണം, അമ്മേ വന്ന് കുറച്ചു നേരം നെറ്റി ഒന്ന് തലോടി തരാമെന്ന് പറഞ്ഞാൽ നിന്റെ അവിടെ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞു. ജീവിതത്തിൽ പ്രിയരെ, നമ്മൾ യേശുവിനെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കഷ്ടതയിലാണ്. അതുകൊണ്ട് യാക്കോബ് പറയാണ്, നിങ്ങൾ സ്ഥിരത ഉളവാക്കുന്നത് ഈ വിശ്വാസത്തിന്റെ പരിശോധനയിലാണെന്ന് അറിഞ്ഞുകൊള്ളണം.
കൊച്ചുഞ്ഞുപദേശിയുടെ ഒരു പാട്ടുണ്ട്, വരികൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. വ്യാധിയിലെന്റെ കിടക്ക താൻ വിരിക്കുന്നു, ബഹുമോദമായി എനിക്കു താൻ ശുശ്രൂഷ ചെയ്യുന്നു, ബഹുമോദമായി എനിക്കു താൻ ശുശ്രൂഷ ചെയ്യുന്നു. രോഗികൾക്ക് നല്ല വൈദ്യനാകും യേശുദാൻ, പല രോഗികൾ തൻ നാമത്തിൽ ആശ്രയം തേടി. നല്ല പാട്ടാണത്. തന്റെ പാദപീഠം എന്റെ വൈദ്യശാലയാം, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ഞാൻ രോഗമെന്ന ഒരു വിഷയത്തെ പറഞ്ഞതേ ഉള്ളൂ. പ്രിയരെ, നമ്മൾ കർത്താവിൽ ഉറയ്ക്കുന്നത്, ഈ എന്റെ ദൈവം എന്ന് നമ്മൾ പറയുന്നതിന്റെ പിമ്പിലെ ബലം നമ്മൾ കഷ്ടതയിൽ കൂടെ കർത്താവിനെ അനുഭവിച്ചത് കൊണ്ടാണ്. വിവിധ പരിശോധനകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങളെ ഈ പെന്തക്കോസിൽ നിന്ന് പറിച്ചു കളയുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ പരിശോധന നിങ്ങളെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളുടെ ദേശത്തിൽ നിങ്ങളെ ഉടച്ചു കളയുമെന്ന് ചിന്തിക്കരുത്. വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങളെ സ്ഥിരത ഉളവാക്കി നിർത്തും, സ്ഥിരപ്പെടുത്തും, സ്ഥിരപ്പെടുത്തും, സ്ഥിരപ്പെടുത്തും. വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങളെ സ്ഥിരപ്പെടുത്തും. ഇന്ന് രാത്രി ഉറപ്പിച്ചോ ദൈവമേ, ഇതിലെ വിശ്വാസത്തിന്റെ പരിശോധന നിന്നെ ഇളക്കിക്കളയത്തില്ല. വിശ്വാസത്തിന്റെ പരിശോധന നിന്നെ ഉറപ്പിക്കും. നീ ആയിരിക്കുന്ന ഇടത്ത് നിനക്ക് വിരോധമായി ഒരു പ്രതികൂലം അടിക്കുന്നെങ്കിൽ ഉറപ്പിച്ചോ, നിന്നെ അവിടെ സ്ഥിരപ്പെടുത്തേണ്ടതിനാ ദൈവം ആ പ്രതികൂലം അവിടെ അനുവദിച്ചിരിക്കുന്നത്. ആമേൻ. കഷ്ടതയിൽ സന്തോഷിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്റെ യേശുവിന് കൂട്ടാളിയാകുവാൻ അതെന്നെ പ്രാപ്തനാക്കി തീർക്കുന്നു. സ്തോത്രം. കഷ്ടതയിൽ സന്തോഷിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം ഈ കഷ്ടതയാ എന്നെ ഇതിനകത്ത് ഉറപ്പിക്കുന്നത്. ഇതിനകത്ത് ഉറപ്പിക്കുന്നതേ എന്റെ യേശുവിന്റെ കഷ്ടതയാ. ആമേൻ. നമ്മൾ റോഡ് ടാറിങ്ങിലൊക്കെ കണ്ടിട്ടില്ലയോ, മെറ്റലും ടാറും ഒക്കെ വാരി ഒരു ഏറും വെതറിയിട്ട് അങ്ങ് പോകും. അത് വെതറിയിട്ട് പോയി കഴിഞ്ഞാൽ പുറകെ വണ്ടി വരുമ്പോ ആ സാധനം ആ വണ്ടിയുടെ ടയറെ പിടിച്ച് അങ്ങ് കയറിപ്പോകും. പക്ഷേ ഇതിന്റെ പുറകില് ഒരു റോളർ ഇങ്ങോട്ട് വരും. ആ റോളറിന്റെ പുറകിൽ ഒരു വൈബ്രേറ്റർ ഇങ്ങോട്ട് വരും. ആ വൈബ്രേറ്റർ ഇങ്ങോട്ട് വന്ന് അതിന്റെ ഫുൾ പവറിൽ അതിന്റെ മണ്ട ഇടിച്ചങ്ങോട്ട് ചതച്ചു കഴിയുമ്പോ ഇത് അതിനകത്ത് സ്ഥിരപ്പെടും. പിന്നെ ഏതൊക്കെ സാധനങ്ങൾ അതിന്റെ മണ്ടയ്ക്കൂടെ കയറി ഇറങ്ങിയാലും നോ പ്രോബ്ലം. ഇന്ന് രാത്രികാലം ദൈവമക്കൾ അറിഞ്ഞോ, ഈ കഷ്ടത എന്നെ ഇളക്കാനല്ല, ഈ കഷ്ടത എന്നെ സ്ഥിരപ്പെടുത്താനാ, ഈ കഷ്ടത എന്നെ ഉറപ്പിക്കാനാ, ഈ കഷ്ടത എന്നെ ധൈര്യപ്പെടുത്താനാ, ഈ കഷ്ടത എന്നെ ബലപ്പെടുത്താനാ. വിവിധ പരിശോധനകളിൽ അകപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധന നിങ്ങളെ സ്ഥിരപ്പെടുത്തുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും നിങ്ങൾ സന്തോഷിപ്പീൻ. കഷ്ടതയിൽ സന്തോഷിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം, കഷ്ടത നമ്മളെ തകർത്ത് കളയത്തില്ല, കഷ്ടത നമ്മളെ ഉറപ്പിക്കത്തേ ഉള്ളൂ. കഷ്ടത നമ്മളെ ഉറപ്പിക്കത്തേ ഉള്ളൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് പറയുന്നു, നിന്റെ കഷ്ടത നിന്നെ ഇളക്കത്തില്ല. ഈ കഷ്ടത നിന്നെ ദൈവസഭയുടെ നടുവിൽ ഒരു ഉത്തമ സാക്ഷിയാക്കി മാനിതനാക്കി തല ഉയർത്തി നിർത്തുമാറാകത്തേ ഉള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. മൂന്നാമത്തെ വിഷയം, എന്തുകൊണ്ട് നമ്മൾ കഷ്ടതയിൽ സന്തോഷിക്കും? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു. യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു എന്ന് പറയുകയാണ്. യോഗ്യരായി, അപ്പോ അപമാനം സഹിപ്പാൻ അവർ യോഗ്യരായി എണ്ണപ്പെടുകയാണ്. പ്രിയരെ, നാസയിൽ ആയിരക്കണക്കിന് സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ചന്ദ്രനിൽ പോകാൻ നീൽ ആംസ്ട്രോങ്ങിനെയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കും, അയ്യോ അതുപോലൊരു ഭാഗ്യം നമുക്ക് കിട്ടിയില്ലല്ലോ. ശരിയാണ്. നിങ്ങൾക്കറിയാമോ, അവർ ഇവിടുന്ന് അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന ദിവസം വരെ അവരുടെ ഭക്ഷണങ്ങൾ എന്തായിരുന്നു? ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യനെ പോലെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുകയില്ല. കാരണം ഈ റോക്കറ്റിൽ കയറി പോകുന്ന മനുഷ്യന് അവന്റെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുകയില്ല. അവന് വെള്ളം കുടിക്കുന്നതിന് അളവുണ്ട്, അവന് ഭക്ഷണം കഴിക്കുന്നതിന് അളവുണ്ട്. ഇനി ചുരുക്കി പറഞ്ഞ അവൻ നിലത്തൊന്നും നിൽക്കാൻ പറ്റണ്ടേ? നിലത്തൊന്ന് നിന്നിട്ട് വേണ്ട എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. ഈ ഗ്രാവിറ്റി വിട്ടിട്ട് അവൻ മുകളിലോട്ട് പോയി കഴിയുമ്പോ അവന്റെ അവസ്ഥ എന്താ? നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെന്നിട്ട്, ദൈവമേ, ആ നാസയിൽ എത്രയോ പേര് നല്ല സുഖമായിട്ട് അവിടെ AC റൂമിൽ ഇരിക്കുമ്പോ എന്നെ ഇവരെ മാത്രം ഈ ചന്ദ്രനിൽ വിട്ടല്ലോ കർത്താവെ, ഞാൻ എന്തോ ദോഷം ചെയ്തിട്ടാണെന്ന് നീൽ ആംസ്ട്രോങ് പറഞ്ഞു കാണുമോ?
അവർ റോക്കറ്റ് ഇരുന്ന് എടേ നമ്മളെ മാത്രം ഈ റോക്കറ്റ് കയറ്റി വിട്ടല്ലോടെ. അവരെല്ലാം ദേ അവിടെ റിസർച്ച് സെന്ററിൽ സുഖമായിട്ടിരുന്ന് ജീവിക്കാത്തൂടെ നമ്മൾ ഈ പറന്നു നടക്കുന്ന കണ്ടോണ്ടിരിക്കുക. എന്തൊരു മിടുക്കന്മാരാ അവര്. പറഞ്ഞോ? ഇല്ല. പ്രിയരെ, ദൈവസഭ എന്ന റിസർച്ച് സെന്ററിൽ, ദൈവസഭ എന്ന നാസയ്ക്കകത്ത് 1000 വിശ്വാസികൾ കാണും. പക്ഷെ അതിനകത്തുനിന്ന് ചന്ദ്രനിൽ പോകാൻ, ബഹിരാകാശത്ത് പോകാൻ 2 or 3 പേരെ തെരഞ്ഞെടുക്കത്തുള്ളൂ. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, അപമാനം സഹിപ്പാൻ ഞങ്ങളെ യോഗ്യരായി എണ്ണിയല്ലോ. ആ പ്രിവിലേജ് ഞങ്ങൾക്ക് കിട്ടിയല്ലോ. ആമേൻ. നിന്നെ ബഹിരാകാശത്തേക്ക് അയക്കാൻ കൊള്ളാമെന്ന് കണ്ടിട്ടാ, ഹല്ലേലൂയ, അതിന് ദൈവം ഒരു യോഗ്യത നൽകിയ നിന്നെ റോക്കറ്റ് കയറ്റിയത്. ആമേൻ, ആമേൻ. അറിയണം ദൈവവേദലേ, റോക്കറ്റിന്റെ ചുവട് കരിഞ്ഞ് 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 കത്തി എരിയുമ്പോ നീ മേപ്പോട്ട് 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 പോവുകയാ. ഹല്ലേലൂയ. ഇത്രയും പലപ്പോഴും ചിന്തിക്കും, കർത്താവേ, ഇത്രയും വില കൊടുത്ത് എന്നെ സമ്പാദിച്ചെടുത്തത് ഇങ്ങനെ കഷ്ടതയിലേക്ക്, എന്റെ രക്തം കൊടുത്ത് വിലക്കെടുത്ത് എന്നെ ഇങ്ങനെ കഷ്ടതയിലിട്ട് എരിക്കാനാണോ? പ്രിയമുള്ളവരെ, കോടികൾ മുടക്കി ഉണ്ടാക്കുന്ന റോക്കറ്റ് അതെന്തോ ചെയ്യുമെന്നറിയാവോ? അത് മൂട്ടി കൊടുക്കുന്ന തീ നിമിഷങ്ങൾ കഴിയും തോറും കത്തി 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 ആ റോക്കറ്റ് മുഴുവനും കത്തിത്തീരുകയാണ്. ഇതുപോലെയാ ഒരു ദൈവപൈതൽ. പക്ഷെ റോക്കറ്റ് കത്തുന്നതിന് ഈ റോക്കറ്റ് എന്ത് സംഭവിക്കുകയാണ്? ഈ ഇതിനകത്ത് ആ ഒരു ബഹിരാകാശ സാധനം എന്ത് ചെയ്യുകയാണ്? ആ സാറ്റലൈറ്റ് എന്ത് ചെയ്യുകയാണ്? അത് മേപ്പോട്ട് 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 പോകുകയാണ്. അതുകൊണ്ടാ പറയുന്നത്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുമ്പോ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ശക്തിപ്പെട്ട് ബലം പ്രാപിക്കുക. റോക്കറ്റ് എരിയുന്ന അനുസരിച്ച് സാറ്റലൈറ്റ് മേളിലോട്ട് പൊക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മനസ്സിലാകിയവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ എരുതിയിൽ നീ ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ പേടകം എരിയുമ്പോൾ നിന്റെ സാറ്റലൈറ്റ് പൊങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവം നിന്നെ യോഗ്യനായിട്ട് എണ്ണി. സ്തോത്രം. യോഗ്യനായിട്ട് എണ്ണി. നാസ എന്ന റിസർച്ച് സെന്ററിൽ 10,000 ശാസ്ത്രജ്ഞന്മാരുള്ളപ്പോൾ 3 or 4 പേരെ മാത്രമേ ബഹിരാകാശത്ത് വിടത്തുള്ളൂ. ദൈവസഭ എന്ന ഈ റിസർച്ച് സെന്ററിൽ അനേകായിരം പേരുണ്ട്. പക്ഷേ കഷ്ടതയിൽ കൂടെ പോകാൻ നിന്റെ അടുത്തിരിക്കുന്ന വിശ്വാസിയാണോ ദൈവം തെരഞ്ഞെടുത്തത്? നിന്നെയാണോ തെരഞ്ഞെടുത്തത്? ഇന്ന് രാത്രി ആ വിശ്വാസിയെക്കാട്ടിൽ ദൈവം എന്നെ യോഗ്യനായി കണ്ടെന്ന് പറയാൻ കഴിയുമെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പുറത്തെ ചർച്ചിലെ വിശ്വാസിയെക്കാട്ടില് ദൈവം എന്നെയാ കുറച്ചും കൂടെ യോഗ്യനെന്ന് കണ്ടത്. ഹല്ലേലൂയ. അപ്പുറത്തെ പാസ്റ്ററെക്കാട്ടിൽ എന്റെ ദൈവം എന്നെയാ ഒന്നും കൂടെ യോഗ്യനെന്ന് കണ്ടത്. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ കുറച്ചും കൂടെ യോഗ്യനെന്ന് കണ്ടു. ആമേൻ. യോഗ്യനെന്ന് കണ്ടിട്ട് കർത്താവ് ഒരു പ്രൊമോഷൻ അല്ല നൽകിയത്. പിന്നെന്താണെന്നറിയാവോ? അവൻ കുറച്ചും കൂടെ നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലപ്പെടുവാൻ തക്കവണ്ണം പുറമെയുള്ള മനുഷ്യനെ ഒന്ന് ക്ഷയിപ്പിച്ചു. ആമേൻ. ജീവിതത്തിലെ കഷ്ടതയെ, അപമാനത്തെ, നിന്നെ നോക്കിയിട്ട് പറഞ്ഞിട്ട് തമ്പുരാൻ തന്ന യോഗ്യതയാ. ഞാൻ യോഗ്യരായതുകൊണ്ടാ ദൈവം എനിക്ക് നൽകിയത്. ജീവിതത്തിലെ ഒരു അവസ്ഥയിലും ഒരു സാഹചര്യത്തിലും ദൈവമേ, എന്റെ റോക്കറ്റ് മുഴുവൻ നീ എന്നെ വിലക്കെടുത്തന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് എന്നെ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തിനാ കർത്താവെ കരിച്ചു കളയുന്നത്? ആശങ്കപ്പെടണ്ട. നീ എരിഞ്ഞാലേ ഈ സാറ്റലൈറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. അത് ദൈവം നിനക്ക് നൽകിയ യോഗ്യതയാ. സ്തോത്രം. 4ാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്തുകൊണ്ടാണ് നമ്മൾ കഷ്ടതയിൽ സന്തോഷിക്കണം എന്ന് പറയുന്നത്? സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നൊടിനേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യ ഘനം ലഭിപ്പാൻ ഹേതുവാകുന്നു. ഇവിടുത്തെ നമ്മുടെ കഷ്ടതയെ കുറിച്ച് പറയാണ്, നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഇവിടുത്തെ കഷ്ടതയ്ക്ക്, മനുഷ്യ ജീവിതത്തിലെ കഷ്ടതയ്ക്ക് 2 പോയിന്റുകളാണ് പറയുന്നത്. നൊടിനേരം, ലഘുവായത്. പക്ഷേ തേജസ്സിനെ കുറിച്ച് പറയുകയാണ്, അത്യന്തം അനവധി വെയിറ്റ് ഉള്ള, ഘനമുള്ളത്, നിത്യമായത്. 4 കാര്യങ്ങളെയാണ് അവിടെ പറയുന്നത്. കഷ്ടതയെ കുറിച്ച് പറയണം നൊടിനേരം, ലഘുവായത്. പക്ഷെ മറ്റേത് പറയണം അത്യന്തം, അനവധി, നിത്യം, ഘനമേറിയത്. 4 പ്രത്യേകതകളാണ് ആ തേജസ്സിന് പറയുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ കഷ്ടതകളിൽ കൂടെ കടന്നു പോകുമ്പോ അറിഞ്ഞുകൊള്ളണം, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് ലഭിപ്പാൻ ഹേതുവായിരിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അവൻ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്
അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. സ്തോത്രം. നമ്മൾ കഷ്ടതയിൽ സന്തോഷിപ്പാനുള്ള ഒരു കാരണം ഈ നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, നമ്മുടെ ജീവിതത്തിലെ ഈ കഷ്ടം, പ്രിയമുള്ളവരെ, ഞാൻ മുൻപേ പറഞ്ഞല്ലോ, ഒരു എംബ്രോയിഡറി വർക്ക് പോലെയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ അപ്പൻ എന്തിനാ ഈ പാത കൂടെ ഒക്കെ നടത്തിയെന്ന്. ഒരു മാതാവിന്റെ ഒരു സാക്ഷ്യത്തെ ഞാൻ അദ്ദേഹത്തിന് ആ അമ്മച്ചിയുടെ മകൾ പറഞ്ഞ് ഒരു കോൾ റെക്കോർഡായിരുന്നു. ആ അമ്മച്ചിക്ക് സംസാരശേഷിയൊക്കെ അവർ ഭീകരമായ ക്യാൻസർ ആയിരുന്നു. ഭീകരമായ ക്യാൻസറിൽ അവൾ വളരെയേറെ കഷ്ടപ്പെടുകയായിരുന്നു. അവരുടെ കുടുംബത്തിൽ വളരെയേറെ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി. അപ്പൊ ആ അവസാന സമയത്ത് ഈ അമ്മച്ചിയുടെ നാക്കൊക്കെ കുഴയുന്ന സമയത്ത് അവരുടെ മക്കൾ വിദേശത്തു നിന്ന് ഫോൺ ചെയ്തപ്പോ ആ കോൾ റെക്കോർഡ് ചെയ്തു. അമ്മയുടെ സൗണ്ട് ഇനി കേൾക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആ സൗണ്ട് ആ മക്കള് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും അവര് കേൾക്കാറുണ്ട്. അമ്മയുടെ അവസാന കാലത്തെ ശബ്ദമാണ്. ഇനി എന്റെ അമ്മയുടെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവർ റെക്കോർഡ് ചെയ്തതാ. അപ്പൊ ആ ഒരു വോയിസിൽ അതിനകത്ത് അവർ ഒരു വോയിസ് എന്നെ ഒരിക്കൽ കേൾപ്പിച്ചു. അപ്പൊ അവര് ദുബായിൽ നിന്ന് വിളിച്ചിട്ട് ഈ അമ്മയുടെ അടുത്ത് ചോദിക്കും, അമ്മേ എങ്ങനെയുണ്ടമ്മേ, വേദനയുണ്ടോ? അപ്പൊ ഈ അമ്മച്ചി തിരിച്ചു പറയാം, മക്കളെ, നമ്മൾ അവിടെ ചെല്ലുമ്പോ നമുക്ക് എന്തെങ്കിലും കർത്താവിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടായോ? നമുക്ക് എന്തെങ്കിലും കർത്താവിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടായോ? എന്റെ പ്രിയമുള്ളവരെ, എന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ നാളുകളിൽ ഞാൻ കേട്ട ഒരു വാക്കാണ്. സത്യം പറഞ്ഞാൽ എന്റെ ഹൃദയം കിടുങ്ങിപ്പോയി. ക്യാൻസർ വന്ന് ശരീരം വേദനപ്പെടുന്നു. അവരുടെ കുടുംബത്തിൽ ഭയങ്കരമായ അനർത്ഥങ്ങൾ, നല്ല നീതിയുള്ള ഒരു കുടുംബം ഭയങ്കരമായ അനർത്ഥങ്ങൾ, കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി എരുതിയിൽ നൊന്ത് നീറുകയാ. ആ കഷ്ടതയിൽ അവരവരുടെ മകളുടെ അടുക്ക് പറയാം, മക്കളെ, ഇതൊക്കെ നമുക്ക് നന്മയ്ക്കാ. അവിടെ ചെല്ലുമ്പം കർത്താവിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ വല്ലതൊക്കെ വേണ്ടായോ? മുക്കാലി കെട്ടിയിട്ട് 39 അടി 5 പ്രാവശ്യം കൊണ്ട് പൗലോസ് അവിടെ നിൽക്കുമ്പം നമുക്കും അവിടെ ചെന്ന് എന്തേലും മേടിക്കാൻ വേണ്ടായോ? തിളയ്ക്കുന്ന എണ്ണയിലിട്ട് അവിടുന്ന് ചാവാതെ എടുത്ത് പത്മോസ് ദ്വീപിലേക്ക് എടുത്ത് എറിഞ്ഞ് ആ യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ നിൽക്കുമ്പോൾ നമുക്കും വല്ലതും മേടിക്കാൻ വേണ്ടായോ? പെരുവഴിയിലിട്ട് അടിച്ച് വലിച്ചഴിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ട് ചങ്ങല ആമോ ഇട്ട് പൂട്ടിയ പൗലോസും ശീലാസും അവിടെ ചെന്ന് കർത്താവിന്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോ നമുക്കും ചെന്ന് എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ വേണ്ടായോ? സ്വർഗത്തിൽ ചെന്ന് കർത്താവേ, ഭൂമിയിൽ ബെൻസ് വാങ്ങിയ ആളാ ഞാനെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് വല്ലതും മേടിക്കാൻ പറ്റുമോ? ഭൂമിയിൽ BMW എനിക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ചെന്ന് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, കഷ്ടതയിൽ സന്തോഷിപ്പേ. ഈ കഷ്ടതയാണ് നമ്മളെ തേജസ്സിന്റെ നിത്യഘനത്തിനായി ഹേതുവാക്കുന്നത്. കഷ്ടതകളിൽ സന്തോഷിപ്പേ. അവിടെ പറയുകയാണ്, സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചല്ലോ. ജീവിതത്തിലെ കഷ്ടത വരുമ്പോ പിശാച് വന്ന് നമ്മുടെ അടുക്കൽ പറയും, നിനക്ക് ഈ കഷ്ടത വന്നിട്ട് നീ എന്തിനാ പാട്ട് പാടുന്നേ? നീ എന്തിനാ സ്തോത്രം ചെയ്യുന്നത്? നീ ഇനി എന്തോത്തിന് ആത്മാവിൽ നിറയുക? നീ ഇനി ഇതെന്തിനാ സന്തോഷിക്കുന്നത്? യോബിന്റെ അടുക്കൽ ഭാര്യ വന്നത് പറഞ്ഞതുപോലെ ചോദിക്കും, ഇനി നീ എന്തോത്തിന് ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക? നിന്റെ സന്തോഷമെല്ലാം പോയില്ല. നീ ഇത്രയും നാള് പാടിയിട്ട് നിനക്കിതല്ലയോ വന്നത്? ഇത്രയും നാള് നീ ആരാധിച്ചിട്ട് നീ ഇതല്ലയോ വന്നത്? ഇത്രയും നാള് നീ ആരാധനയ്ക്കാലും ഒരു ഉപവാസം മുടക്കാതെ നീ എല്ലാ ഉപവാസത്തിനും പോയതല്ലയോ? നിനക്കിതല്ലയോ വന്നത്? ജീവിതത്തിന്റെ കഷ്ടതയുടെ നാളുകളിൽ പിശാച് വന്ന് നമ്മുടെ സന്തോഷത്തെ ചോദിക്കും. പീഡിപ്പിക്കുന്നവൻ നമ്മുടെ സന്തോഷത്തെ ചോദിക്കും. പക്ഷെ നമ്മൾ ഉറപ്പിച്ചോണം, ഈ കഷ്ടത എന്നെ ക്രിസ്തുവിനോട് കൂട്ടാളിയാക്കി തീർക്കും. ഈ കഷ്ടത എന്നെ വിശ്വാസമാർഗത്തിൽ സ്ഥിരപ്പെടുത്തും. ഈ കഷ്ടത എന്റെ ശാപമല്ല, ഈ കഷ്ടത എന്റെ യോഗ്യതയാണ്. ഈ കഷ്ടത എന്റെ ശാപമല്ല, ഈ കഷ്ടത എന്റെ യോഗ്യതയാണ്. ഇന്ന് രാത്രി കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി കടന്നു പോകുന്ന ദൈവ പൈതൽ ഒന്ന് പറഞ്ഞാട്ട്, ഈ കഷ്ടത എന്റെ ശാപമല്ല, ഈ കഷ്ടത എന്റെ യോഗ്യതയാണ്. ഈ കഷ്ടത എന്റെ ശാപമല്ല, ഈ കഷ്ടത എന്റെ യോഗ്യതയാണ്. അപ്തേ രഗദേ വൈഷേ ലൗഡേ മാരേ സന്ദേ രുഗൽ കൗഡേ വൈഷേ രാഹേ സന്ദേ. ഈ കഷ്ടത എന്റെ ശാപമല്ല, ഈ കഷ്ടത എന്റെ യോഗ്യതയാണ്. ഈ കഷ്ടത എന്താണെന്ന് പലരും ചോദിക്കും. അവനെന്താ ഇങ്ങനെ വന്നേ? അവനെന്താ ഇങ്ങനെ വന്നേ? അവനെന്താ ഇങ്ങനെ വന്നേ? എല്ലാത്തിനും ഒരു ആൻസർ ഉണ്ട്. സ്വർഗത്തിൽ ഒരു ആൻസർ ഉണ്ട്. സ്വർഗത്തിൽ ഒരു ആൻസർ ഉണ്ട് പ്രിയമുള്ളവരെ. സ്വർഗത്തിൽ ഒരു ആൻസർ ഉണ്ട്. അത് നമുക്ക് ദൈവം തന്റെ തേജസ്സായിട്ട് നമുക്ക് നൽകും. ആമേൻ. സന്തോഷം നമ്മുടെ ജീവിതത്തിൽ, കഷ്ടതകൾ നമ്മുടെ സന്തോഷം. കഷ്ടത നമ്മുടെ ശാപമല്ല, അത് യോഗ്യതയാണ്. അത് സന്തോഷിക്കാനുള്ള അവസരമാണ്. പിശാച് വന്ന് നമ്മുടെ അടുക്ക പറയും, ഇല്ല നീ ഇരുന്ന് വിഷമിക്കുന്നു,
നമ്മുടെ സന്തോഷത്തെ ചോദിക്കും. ദൈവമക്കളെ, കഷ്ടതയുടെ സഹിഷ്ണുതയുടെ സന്തോഷത്തെ ചോദിക്കാൻ വരുന്ന പിശാചിനെ ആട്ടി പുറത്താക്ക്. ഇല്ല, ആ സന്തോഷത്തെ ഞാൻ നിനക്ക് തരത്തില്ല, സന്തോഷത്തോടെ സഹിക്കാനാ എന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്തോത്രം. നിനക്കിത് വന്നല്ലോടാ എന്ന് സാത്താൻ വന്ന് പറയുമ്പോ രാത്രിയുടെ ആമങ്ങളിൽ തനിയെ കിടന്ന് തലയണയെ കണ്ണുനീര് കൊണ്ട് നനയ്ക്കുമ്പോൾ പിശാച് വന്ന് രഹസ്യമായിട്ട് നിന്റെ അടുത്ത് ചോദിക്കും, നിനക്കിത് വന്നല്ലോടാ എന്ന് തിരിച്ചൊന്ന് പറഞ്ഞാട്ട് ഇതെന്റെ യോഗ്യതയാ സാത്താനെ, പോ വെളിയിലെന്ന്. സാത്താൻ വന്ന് പറയും, മനുഷ്യൻ വന്ന് പറയും, ഈ കഷ്ടത ഇതിന്റെ വേരോടെ പറിക്കുമെന്ന്. ശബാല ഹൗഡമ രഗതവ ശത്രു ഖലമേ റങ്കൽ കൂടമ രക്ഷര. ആ രാത്രിയുടെ യാമത്തിൽ നീ ഏകനായി ധൈര്യത്തോടെ പിശാചിനോട് പറഞ്ഞിട്ട്, പോ പിശാചെ, ഈ കഷ്ടത എന്നെ സ്ഥിരപ്പെടുത്തത്തേ ഉള്ളൂ, എന്നെ ഉറപ്പിക്കത്തേ ഉള്ളെന്ന്. ശബല ഹൗഡമ രഗത ബഷിര റീഗനാഥര വൈഡകാരക സന്ദരാധല വൈഡബാധര സൂരമാധിയ സന്ദരാധര റന്ദനേതരെ ഹൈഡഗാധര സപ്തരാധലം ദൂരമാധര. ഈ കഷ്ടതയുടെ നടുവിൽ ചിലര് പറയും, നീ കർത്താവിങ്കിൽ നിന്ന് അകന്നു പോകുമെന്ന്. ഈ കഷ്ടതയുടെ നടുവിൽ പിശാച് പറയും, ഇതോടുകൂടെ അവന്റെ വിശ്വാസമൊക്കെ പോകുമെന്ന്. ഈ കഷ്ടതയുടെ നടുവിൽ നിന്റെ ചില കൂട്ടുവിശ്വാസികളും പറയും, ഇതിനകത്ത് അവൻ ആടിപ്പോകുമെന്ന്. അപ്തര ബൗഡിമരാധന ഗൗഡമരാശന ഗൗഡമരാധന. പക്ഷെ നീ വിശ്വസിച്ച് പറഞ്ഞോ, ഈ കഷ്ടത നിന്നെ യേശുവിന്റെ കൂട്ടാളിയാക്കി തീർക്കത്തേ ഉള്ളൂ, ക്രിസ്തുവിനോടുകൂടെ നിന്നെ ഒരു പങ്കാളിയാക്കി തീർക്കത്തേ ഉള്ളൂ. ഈ കഷ്ടത നിന്നെ ക്രിസ്തുവിൽ നിന്ന് അകറ്റത്തില്ല, ഈ കഷ്ടത നിന്നെ ക്രിസ്തുവിൽ നിന്ന് വേർതിരിക്കത്തില്ല, ഈ കഷ്ടത നിന്നെ യേശുവുമായി ഒന്നും കൂടെ അടുപ്പിക്കത്തേ ഉള്ളൂ. ഈ കഷ്ടത നിന്നെ കർത്താവിന്റെ സ്നേഹം ഒന്നും കൂടെ അറിയാൻ, കർത്താവിന്റെ കരുതൽ ഒന്നും കൂടെ അറിയാൻ തക്കവണ്ണം നിന്നെ ഉറപ്പിക്കത്തേ ഉള്ളൂ. സ്തോത്രം 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 സ്തോത്രം. ദൈവവേദലേ, നിന്റെ കഷ്ടത നിന്റെ സന്തോഷമാണ്, അത് നിന്റെ സ്ഥിരതയാണ്, അത് നിന്റെ യോഗ്യതയാണ്, അത് നിന്റെ ക്രിസ്തുവുമായുള്ള പങ്കാളിത്തമാണ്, അത് നിന്റെ തേജസ്സിന്റെ ഘനമാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നിന്റെ കഷ്ടത നിനക്ക് ക്രിസ്തുവുമായുള്ള പങ്കാളിത്തമാണ്, നിന്റെ കഷ്ടത നിന്റെ സ്ഥിരതയാണ്, നിന്റെ കഷ്ടത നിന്റെ യോഗ്യതയാണ്, നിന്റെ കഷ്ടത നിന്റെ തേജസ്സാണ്. ആമേൻ. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ കഷ്ടത നമ്മുടെ ക്രിസ്തുവുമായുള്ള പങ്കാളിത്തമാണ്, നമ്മുടെ കഷ്ടത നമ്മുടെ സ്ഥിരതയാണ്, നമ്മുടെ കഷ്ടത നമ്മുടെ യോഗ്യതയാണ്, നമ്മുടെ കഷ്ടത നമ്മുടെ തേജസ്സിന്റെ ഘനമാണ്. സ്തോത്രം 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 സ്തോത്രം. സമയം അവസാനിക്കുമ്പോൾ ഞാൻ ഒരു വിഷയം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. സ്തോത്രം സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ട്, ആ സന്തോഷത്തിന് വിരോധമായി പിശാച് ആ സന്തോഷം ഇങ്ങിത്താ, ആ സന്തോഷം ഇങ്ങിത്താ എന്ന് പോരാടിക്കൊണ്ടിരിക്കും. സ്തോത്രം. ആ സന്തോഷത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ ചില വിഷയങ്ങളുണ്ട്, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയിക്കൊള്ളട്ടെ. ആ സന്തോഷത്തിൽ അടുത്ത ഒരു സന്തോഷം എന്ന് പറയുന്നത്, ആമേൻ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വിഷയം ഞാൻ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെ കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല, തന്നെ കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അപ്പൊ സന്തോഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ അത് ദൈവം നമുക്കൊരു സാക്ഷ്യം തരികയാണ്. ആമേൻ. ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ദൈവം നമുക്കൊരു സാക്ഷ്യം തരികയാണ്. ഐ എം ലിവിങ് ഫോർ യു, ഐ എം ഇന്റർസീഡിങ് ഫോർ യു. അത് ദൈവം നമുക്കൊരു സാക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിലും, പറഞ്ഞ ആ പോയിന്റിനെ തന്നെ ഞാൻ ഒന്ന് ഉദ്ധരിച്ച് പറഞ്ഞോട്ടെ, കഷ്ടതയുടെ നടുവിലും നമുക്ക് ഒന്ന് സന്തോഷിക്കാൻ പറ്റുന്നെങ്കിൽ, പ്രതികൂലത്തിന്റെ നടുവിലും നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുന്നെങ്കിൽ അതിന്റെ കാര്യം എന്താണെന്നറിയാം? സ്വർഗത്തിൽ നമുക്കൊരാൾ ഉണ്ടെന്നുള്ളതിന്റെ സാക്ഷ്യം. നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒരു സന്തോഷം വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? നമ്മൾ പാടി ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. ആമേൻ. ഒരു ടെസ്റ്റർ വെച്ച് നമ്മൾ ഒരു പ്ലഗിനകത്ത് കുത്തുമ്പോൾ ആ ടെസ്റ്ററിന്റെ ലൈറ്റ് കത്തുന്നത് ഒരു സാക്ഷ്യമാണ്. എന്താണ്? അതിനകത്ത് കറണ്ട് ഉണ്ട്. ഇതുപോലെ നമ്മുടെ സാഹചര്യങ്ങളിൽ നാം പ്രാപിക്കുന്ന സന്തോഷം ഒരു സാക്ഷ്യമാണ്, ഒരു അടയാളമാണ്, ഒരു ടെസ്റ്റിമണിയാണ്. എന്താണ്? ഗോഡ് ഈസ് ദേർ. യഹോവ ഷമ്മ, അവൻ അവിടെ ഉണ്ട്. യഹോവ ഷമ്മ, അവൻ അവിടെ ഉണ്ടെന്നുള്ളതിന്റെ ഉറപ്പ്. സ്തോത്രം സ്തോത്രം സ്തോത്രം.
അടുത്തതായി സന്തോഷത്തിന്റെ മറ്റൊരു ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം സുപരിചിതമായ ഭാഗമാണ്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. തുടർന്ന് അങ്ങോട്ട് പറയുകയാണ്. അപ്പൊ ആത്മാവിന്റെ ഫലമാണ് സ്നേഹം. അപ്പൊ പിശാച് ആഗ്രഹിക്കുകയാണ്, പീഡിപ്പിക്കുന്നവൻ ആഗ്രഹിക്കുകയാണ്, ഇവന്റെ സന്തോഷം എങ്ങനെയെങ്കിലും എടുത്തു കളയണം, സന്തോഷം എടുത്തു കളയണം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം പറിച്ചുകൊണ്ട് പോകണം, ആത്മാവിന്റെ ഫലം പറിച്ചുകൊണ്ട് പോകണം. ഇതാ ശത്രുവിന്റെ ആഗ്രഹം. സ്തോത്രം. സന്തോഷം എന്താണെന്നറിയാമോ? ആത്മാവിന്റെ ഫലമാണ്. സ്തോത്രം. ഒരുവന് ദൈവരാജ്യം അനുഭവിക്കണമെങ്കിൽ പോലും ഈ ഒരു അനുഭവം ഉണ്ടായാലേ പറ്റത്തുള്ളൂ. കാരണം ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ആകയാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ സന്തോഷത്തെ എടുത്തു കളയുവാൻ പിശാച് പരിശ്രമിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളിൽ ആരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ പിശാച് നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളിയാണ്, ആ സന്തോഷം നിങ്ങൾ അനുഭവിക്കരുത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കളോട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്നതിൽ, അന്യഭാഷകൾ പറയുന്നതിൽ വിമുഖതയായിരിക്കുന്നെങ്കിൽ ആ സന്തോഷത്തെ പിശാച് തടഞ്ഞു നിർത്തുകയാണ്. സ്തോത്രം, സ്തോത്രം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമ്മൾ വിട്ടുകളയരുത്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ആത്മാവിന്റെ ഫലമാണ് സ്നേഹം, സന്തോഷം. ഇവയെ വിശദീകരിച്ചാൽ ധാരാളമായുണ്ട്. ആത്മാവിന്റെ ഫലം, ആത്മാവിന്റെ ഒന്നാമത്തെ ഫലം സ്നേഹമാണ്. കാരണം റോമർ 5-ൽ പറയുന്നു, ദൈവത്തിന്റെ സ്നേഹമോ നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ പകർന്നിരിക്കുന്നു. ആത്മാവിന്റെ ഒന്നാമത്തെ ഫലം സ്നേഹം. രണ്ടാമത് പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നു, അത് രണ്ടാമത്തെ ഫലം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു ഫ്രൂട്ടാണ് ഈ സന്തോഷം എന്നുള്ളത്. അത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. പിശാച് മാക്സിമം പരിശ്രമിക്കും നമ്മളെ ആത്മാവിൽ നിറയിക്കാതെ, അന്യഭാഷ പറയിക്കാതെ, നമ്മളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സ്വിച്ച് ഓഫ്, ഒരു ഹൈബർനേഷനിലേക്ക് കൊണ്ടുവരിക, ആരാധനയിൽ കൊണ്ടുവന്ന് നമ്മളെ ഹൈബർനേറ്റ് ചെയ്യുക. ഇന്ന് രാത്രികാലം ഒരു ദൈവമക്കളോട് പറയട്ടെ, ആരാധനയുടെ നടുവിൽ നിന്നെ ഹൈബർനേറ്റ് ചെയ്യിക്കുന്നെങ്കിൽ, ആരാധനയുടെ നടുവിൽ നിന്റെ വായ അടച്ചു വെക്കുന്നെങ്കിൽ, പിശാച് പറയാ, താടാ നിന്റെ സന്തോഷം ഇവിടെയെന്ന്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്താട്ട്, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം സാത്താനെ നിനക്ക് തരാനുള്ളതല്ലത്, നിനക്ക് കൊണ്ടുപോകാനുള്ളതല്ലത്, അത് എന്റെ ഉള്ളത്തിൽ പൊങ്ങി വരേണ്ടിയ ദൈവരാജ്യമാ. ഹല്ലേലൂയ. ആരാധനയിൽ വിമുഖത കാണിക്കരുത്. സ്തോത്രം. ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇത് അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു പട്ടണത്തിന്റെ സന്തോഷത്തെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ, 7-ാം വാക്യം 8-ാം വാക്യം, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേക പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. 7-ാം വാക്യത്തിൽ അവിടെ രണ്ട് സംഭവങ്ങൾ പറയുന്നു. ഒന്ന്, അവിടെ ഭൂതശാന്തി ഉണ്ടായി. 2, അവിടെ രോഗശാന്തി ഉണ്ടായി. 1 ഭൂതശാന്തി ഉണ്ടായി, 2 രോഗശാന്തി ഉണ്ടായി. ഭൂതശാന്തിയും രോഗശാന്തിയും ഉണ്ടായപ്പോൾ അതിന്റെ എഫക്റ്റ് ആയിട്ട് 8-ാം വാക്യത്തിൽ പറയുകയാണ്, പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. അപ്പോൾ പട്ടണത്തിന്റെ സ്തോത്രം. അപ്പോൾ പട്ടണത്തിന്റെ സന്തോഷം എന്താണ് പ്രിയമുള്ളവരെ? ഭൂതശാന്തിയും രോഗശാന്തിയും. ഇനിയും ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശു അയച്ച ആ 70 ശിഷ്യന്മാർ സന്തോഷത്തോടെ മടങ്ങി വന്നു. സന്തോഷത്തോടെ. എന്താ സന്തോഷിച്ചതിന്റെ കാരണം? അവിടെ പറയുന്നു, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അവർ സന്തോഷിച്ചതിന്റെ കാരണം ഭൂതം അവർക്ക് കീഴടങ്ങിയതില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ, പിശാച് നമ്മുടെ സന്തോഷത്തെ ചോദിക്കുക. നമ്മുടെ സന്തോഷം എന്താ? യേശുവിന്റെ നാമത്തിൽ ഭൂതം നമുക്ക് കീഴടങ്ങും. യേശുവിന്റെ നാമത്തിൽ മുടന്തരും പക്ഷവാത രോഗികളും, യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകും. ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സന്തോഷമാണ്. ഭൂതങ്ങൾ നമുക്ക് കീഴടങ്ങും. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സന്തോഷമാണ്.
രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സന്തോഷമാണ്. ആകയാൽ ഈ നാളുകളിൽ രോഗങ്ങൾ സൗഖ്യമാകുന്നില്ലെങ്കിൽ പിശാച് എന്താണ് പറയുന്നത്? നിന്റെ സന്തോഷം എനിക്കിതാ, നിന്റെ സന്തോഷം എനിക്കിതാ, നിന്റെ സന്തോഷം എനിക്കിതാ. ഭൂതബാധകൾ, പൈശാചിക പോരുകൾ, പോരാട്ടങ്ങൾ നമുക്ക് കീഴടങ്ങുന്നില്ലെങ്കിൽ എന്താണ് ശത്രു പറയുന്നത്? നിന്റെ സന്തോഷം എനിക്കിതാ. ആമേൻ. ഇന്ന് രാത്രികാലം ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു നിമിഷം നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ പ്രാർത്ഥനയിൽ ഐകമത്യപ്പെടണം. ഷബാലിയ ഹത്തുർ മെനാം ശരാദിയ. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ശത്രു ഞങ്ങളുടെ സന്തോഷത്തെ അപഹരിപ്പാൻ കടന്നു വന്നിരിക്കുന്നു. രോഗശാന്തി ഉണ്ടാകാതെ, പിശാചുക്കൾ കീഴടങ്ങാതെ, ശത്രു പ്രബലനായി ദുഷ്ടശക്തികൾ ഞങ്ങൾക്ക് വിരോധമായി വിളയാടിക്കൊണ്ട് ഞങ്ങളുടെ സന്തോഷത്തെ അപഹരിക്കുവാൻ പരിശ്രമിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ആ സന്തോഷത്തെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഞങ്ങളുടെ ഇടയിൽ ഒരു വലിയ രോഗശാന്തി ഉണ്ടാകണം. ഞങ്ങളുടെ ഇടയിൽ പൈശാചിക ബലങ്ങൾ അഴിയണം. ഞങ്ങളുടെ ഇടയിൽ അന്ധകാര ശക്തികൾ തകർക്കപ്പെടണം. ഈ രാത്രി ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് ഈ രാത്രി ദൈവമക്കൾക്ക് ലഭിച്ച അഭിഷേകത്തിന്റെ അധികാരത്തിൽ ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ട് ഈ രാത്രി ദൈവം നിനക്ക് സന്തോഷത്തെ മടക്കി തരുന്ന രാത്രിയാ. അവൻ ഇന്ന് രാത്രി നിനക്ക് ആ സന്തോഷം മടക്കി തരുമ്പോൾ അതൊരു അഭിഷേകമായി, അതൊരു രോഗസൗഖ്യമായി, അതൊരു പിശാചിന്മേലുള്ള വിടുതലായി, അതൊരു ജയമായിട്ട് നിന്നിൽ വ്യാപരിക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരങ്ങൾ തുറന്ന് ആത്മാവിൽ ആരാധിച്ചാട്ട്, വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരങ്ങൾ തുറന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഭാഷകളിൽ ആരാധിച്ചു കൊണ്ടിരുന്നാട്ട്. ആമേൻ. ഈ രാത്രി ദൈവം ചില കുടുംബങ്ങളിൽ സന്തോഷം മടക്കി തരുന്ന ഒരു രാത്രിയായി മാറണം. ചില രോഗങ്ങൾ ബന്ധിക്കപ്പെടുന്ന രാത്രി, ചില രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടുന്ന രാത്രി, ചില ഭൂതങ്ങൾ പുറത്താക്കപ്പെടുന്ന രാത്രി, ചില ദുർശക്തികൾ അഴിയപ്പെടുന്ന രാത്രി, ചില അന്ധകാര ബലങ്ങൾ ലജ്ജിക്കുന്ന രാത്രി, ചില പാതാള ഗോപുരങ്ങൾ തകർക്കപ്പെടുന്ന രാത്രി. അശ്ബര ഭൗഡിമ രാതൽ ഹൗഡിമ രാക്ഷേ ഘടക റീകെ ദുരദേ വന്ദേ രേഗൽ ഖൈമേ രഗത ബശി ഖൗഡം ബാര തൂര അസ്പിരി ഘാടക ലൈദര ഭൗഷിരി വിദഗത മാദര വന്ദുർഗേനം ഇതരം ബേല ക്ഷാബര ബൗഡ അവർ ബനകെ തമ്പര ബൗഷില കബ്ദല ഖൗഡബ രാധുന ഘടകതി ഗാദര വശം ധീരം ദൂരം സംദർ വേലം ബൈഡം ദാരം സേകം ഉടകം ദാരം സംബർ വേലം ദൂര സത്തർ ഘടകൽ ഖൗഡം ബാദി ഛേരം വിടമം ബ്രാലം വേദി കൊസര ഘൗഡക രാധ സത്ത റീദ നാഥര ബൗഡേവ രേധേ വശം വേലെ കോടവ രൈദ ബസ ധീര ദൂരക ദാര. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ജയം 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 ജയം. ഇറമ ശക്കുല ഖൗഡിമ റാത്തന ഹസിക റിമായി ഷാത്തു റിബി ഹേലെ ഖഡാദിയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗങ്ങൾ കൊണ്ട് ജീവിതങ്ങളെ ദുഃഖിപ്പിക്കുന്ന ദുർശക്തികളുടെ മേൽ, പൈശാചിക പോരുകളുടെ മേൽ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യത്താൽ, യേശുവിന്റെ നാമത്തിലുള്ള വിടുതലുകളാൽ ആ സന്തോഷം മടങ്ങി വരട്ടെ, ആ സന്തോഷം തിരികെ വരട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിന്റെ അധികാരത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിലെ അധികാരത്തിൽ ആ സന്തോഷം മടങ്ങി വരട്ടെ. കർത്താവേ, ആ സന്തോഷത്തെ തിരികെ തരണം, ആ സന്തോഷത്തെ തിരികെ തരണം. അബ്തിർ ഗലഗെ റൂമൽ ശങ്കലാനിയ. ശിഷ്യന്മാർ സന്തോഷത്തോടെ മടങ്ങി വരുവാൻ കാരണമാകത്തക്കവണ്ണം ഭൂതങ്ങൾ കീഴടങ്ങിയതുപോലെ, രോഗികൾ സൗഖ്യമായതുപോലെ ആ പട്ടണത്തിൽ, ആ ശമര്യ പട്ടണത്തിൽ ഫിലിപ്പോസിന്റെ കൈയാൽ, ആ ശമര്യ പട്ടണത്തിൽ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയാൽ അനേക മുടന്തരും പക്ഷപാത രോഗികളും സുഖം പ്രാപിച്ചതുപോലെ, അനേക ഭൂതങ്ങൾ പുറപ്പെട്ടു പോയതുപോലെ ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകളിൽ ഡിസംബർ 6-ാം തീയതി ഉപവാസ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ദൈവജനങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം മടങ്ങി വരട്ടെ. രോഗശക്തികൾ അപഹരിച്ച സന്തോഷം, പൈശാചിക ബലങ്ങൾ അപഹരിച്ച സന്തോഷം യേശുവിന്റെ നാമത്തിൽ അത് മടങ്ങി വരട്ടെ. അതംബാരക ശന്ദർ ബല ഗൗഡിമ റബ്ഷേ ലഗത വീരഗദിക ശന്ദർ ഗൗഡമ റത്തെ ഉരഗദ രസൻ ദാരിഗട ബൗഡമ രഗദ ശംദുലമാനി വൈശ്വരം ദരാദിയ. ദൈവത്തിന്റെ സന്നിധിയിൽ കുറച്ച് സന്തോഷമുണ്ടെന്ന് നീ ചിന്തിക്കരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ ചില വിഷയങ്ങളിൽ സന്തോഷമുണ്ടെന്ന് ചിന്തിക്കരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ ദ പെർഫെക്ഷൻ ഓഫ് ജോയ്, സന്തോഷത്തിന്റെ പരിപൂർണത, ദ ഫുൾനെസ് ഓഫ് ജോയ്. നിന്റെ സന്തോഷത്തെ കെടുത്തുന്ന ഒരു കടുകുമണിയുടെ വിഷയം പോലോ, ഒരു ചെറിയ വിഷയം പോലോ പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ല. നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലോ ചെറുതും വലുതുമായ ഓരോ വിഷയത്തിലോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ സന്തോഷത്തെ കൽപ്പിക്കും. നീ വിശ്വസിച്ചോ, നിന്റെ ദൈവം നിന്റെ സന്തോഷങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമാണ്.